അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ കോശി മാത്യു സാറാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ആദ്യ അവസാനം കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ കോശി മാത്യു സാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ കർത്താവിൻ്റെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ ദേവദാസിനെ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ പത്തനംതിട്ട ജില്ലയില് പന്തളം ടൗണിനോട് ചേർന്ന് 3 കിലോമീറ്റർ അടുത്ത് തുമ്പോൺ എന്ന പ്രദേശത്താണ് എൻ്റെ ജന്മസ്ഥലം. എൻ്റെ പേര് കോശി മാത്യു. കൂടുതൽ പേരും അറിയപ്പെടുന്നത് മാത്തുക്കുട്ടി എന്ന പേരിലാണ്. കോശി മാത്യു ഒഫീഷ്യൽ പേരാണെങ്കിലും മാത്തുക്കുട്ടി പേരാണ് എല്ലാവരും അറിയപ്പെടുന്നത്. എൻ്റെ ഭാര്യ മേഴ്സി മാത്യു ആഞ്ഞിലിത്താനം കാരിയാണ്. ഒരു മോനും മോളുമുണ്ട്. അവർക്ക് 3 കുഞ്ഞുങ്ങള്, 3 കൊച്ചുമക്കളും ഒരു കുടുംബസ്ഥരായി. മോന് ജയ്പൂരിലും മോള് ട്രിവാൻഡ്രത്തും ആയി താമസിച്ച് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നു. അതെ, കർത്താവിൻ്റെ ദാസിനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ തുടർമാനമായി പറയുന്നതിനായിട്ട് അവസരങ്ങളെ വേർതിരിച്ചു കൊള്ളുന്നു. സ്തോത്രം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അരോമ ടി വിയുടെ ഡാനിയൽ ജോർജ് പാസ്റ്റർ ഒന്നിച്ച് തിരുസന്നിധിയിൽ കടന്നു വരാൻ തന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമില് എന്നെ ഉൾക്കൊള്ളിക്കുവാൻ തക്കൊണ്ടും ദേവദാസിന് പ്രസാദം തോന്നി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദേവദാസിന്റെ ശുശ്രൂഷകളൊക്കെയും ദൈവനാമ മഹത്വത്തിനും അനേകരുടെ ജീവിതത്തിന് ആശ്വാസവും വിടുതലും ആയി തീരുവാൻ തക്കൊണ്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ പ്രോഗ്രാം ദൈവം നടത്തുമാറാകട്ടെ. ഞങ്ങള് തുമ്പോണെ കത്തീഡ്രൽ പള്ളി ഭദ്രാസന പള്ളിയിലെ മെമ്പറായിട്ട് ആണ് ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവ് ഒരു ഡെന്റൽ ഡോക്ടറായിരുന്നു. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് പന്തളത്താണ്. അങ്ങനെ ഞങ്ങള് സാമ്പത്തികമായിട്ട് അത്രങ്ങ ഉയർന്ന പദവിയിലല്ലായിരുന്നുവെങ്കിലും ഒരു മാന്യമായ രീതിയിൽ ജീവിച്ചു വന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അതങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫാദറ് എൻ്റെ 15ാമത്തെ വയസ്സിൽ ഒരു വയറ്റിളക്കം എനിക്കുണ്ടാകുകയും ആ വയറ്റിളക്കത്തോടുള്ള ബന്ധത്തില് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം തൻ്റെ ജീവിതത്തില് അല്ലെങ്കിൽ ഒന്നും ഓർമ്മയില്ലാത്ത ഒരവസ്ഥയിലേക്ക് താൻ മാറ്റപ്പെടുവാൻ കൊണ്ടിടയായി തീർന്നു. അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന വലിയ തിരുവനന്തപുരത്ത് അന്നത്തെ കാലത്ത് ഡോക്ടർ പയ്യെന്ന് പറഞ്ഞ ഡോക്ടർ വലിയ ഡോക്ടറാണ്. ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഒരസുഖവും ഇല്ലെന്നാണ്, ബ്രെയിനിന് ഒരു യാതൊരുവിധമാകുന്ന പ്രോബ്ലവും ഇല്ലെന്നാണ് പറയാൻ തൊക്കെ ഇടയായത്. എന്നാൽ താൻ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്ന ഒരവസ്ഥയോട് ഉണ്ടായി. അങ്ങനെ മുന്നോട്ട് പോയി 4 വർഷക്കാലത്തോളം ആ രീതിയിൽ കൂടെ താൻ ജീവിച്ച് മുന്നോട്ട് പോയ സാഹചര്യത്തില് ഒരു രാത്രിയില് 3 പ്രാവശ്യം ഫിക്സ് ഉണ്ടായും അങ്ങനെ താന് പാരലൈസ് ആകുവാൻ തൊക്കൊണ്ടും ഇടയായി തീർന്നു. ആ പാരലൈസ് ആയി 9 മാസക്കാലത്തോളം താന് ബെഡ്രിഡനായിട്ട് കിടക്കുവാൻ തൊക്കൊണ്ട് ഇടയായി തീർന്നു. താന് എല്ലാ നിലകളിലും രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അനേകർക്ക് അറിയാവുന്ന ഒരുപാടുമായിരുന്നു. എന്നാൽ ഇങ്ങനൊരു സാഹചര്യത്തിലായി ഈ 9 മാസവും എൻ്റെ പിതാവിനെ ശുശ്രൂഷിപ്പാൻ തക്കൊണ്ടും എനിക്ക് ഇടയായി തീർന്നു. ഞാൻ ഹൈസ്കൂളില് 10ാം ക്ലാസ്സിൽ പഠിച്ചു. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോഴാണ് ഫാദറിന് അസ്വസ്ഥത ഉണ്ടാവുകയും പിന്നെ ആ ഒരു വർഷത്തെ പഠിത്തം മുടക്കിയിട്ട് ഞാൻ എൻ്റെ ഫാദറിനെ ശുശ്രൂഷിപ്പാൻ കൊണ്ട് ദൈവം സഹായിച്ചു. എന്നാൽ മുന്നോട്ട് പോയി. ഫാദർ 1972 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ഞാൻ മാവേലിക്കരയുടെ പ്രദേശത്ത് ലാബറട്ടറി ടെക്നീഷ്യൻ പഠിക്കുവാനായിട്ട് കടന്നു പോകാൻ കൊണ്ട് ഇടയായി. 1 വർഷക്കാലത്തെ പഠനത്തിന് ശേഷം
ആന്ധ്രയിൽ എനിക്ക് ജോലി ലഭിക്കുവാൻ കൊണ്ട് ഇടയായി. അങ്ങനെ ആന്ധ്രയിലേക്ക് ജോലിക്ക് വേണ്ടി കടന്നുപോയി. അവിടെ 5 വർഷക്കാലം ജോലിയുള്ള വിധത്തിലായിരിക്കാൻ കൊണ്ടും കർത്താവ് സഹായിച്ചു. അവിടെ ആയിരുന്ന ആ സാഹചര്യങ്ങളില് ദൈവം അത്ഭുതമാവണ്ണം എല്ലാ നിലകളിലും എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള് ഒക്കെയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായെങ്കിലും അവിടെയൊന്നും തളർന്നു പോകാൻ അനുവദിക്കാതെ ആ ജോലിയുള്ള വിധത്തില് 72 മുതൽ 77 വരെ അവിടെ ആയിരിക്കാൻ കൊണ്ടും കർത്താവ് സഹായിച്ചു. 1977 5 വർഷം അവിടെ ശേഷം 1977 ഞാൻ അബുദാബിയിലേക്ക് പോകാൻ കൊണ്ട് ഇടയായി തീർന്നു. അവിടെ ഞാൻ ഒരു സൈറ്റ് സൂപ്പർവൈസറായിട്ട് ജോലിയുള്ള വിധത്തിലായിരുന്നു. അബുദാബി ടൗണിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സൈറ്റിലായിരുന്നു എനിക്ക് ജോലി. അങ്ങനെ ജോലി ചെയ്ത് വരവേ ഞാൻ നാട്ടിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനത്തോടുള്ള വിധത്തില് അവിടെ നിന്ന് ഓഫീസിൽ വരാനായിട്ട് വന്നു. അന്ന് രാത്രിയില് എനിക്കൊരു ചെവിക്കേട് ഉണ്ടായി. എൻ്റെ ഫേസിന്റെ ലെഫ്റ്റ് സൈഡ് ആ ഹാഫ് ഭാഗം പാരലൈസ് ആകുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അത് ബെൽസ് പാൾസി എന്നൊരു രോഗമാണ്. അപ്പൊ തന്നെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, സാരമില്ല, അത് മാറും എന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും നേരെ നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് നാട്ടിൽ നാട്ടിൽ ചെന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കണമെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ട്രീറ്റ്മെന്റുകളൊന്നും അത്ര സക്സസ് ആയില്ല. അത് കഴിഞ്ഞൊരു സിദ്ധവൈദ്യനെ കൊണ്ട് കാണിച്ചു, അവിടെയും സക്സസ് ആയില്ല. അത് കഴിഞ്ഞപ്പോ എൻ്റെ ബ്രദർ അബുദാബിയിലുണ്ട്, എന്നോട് പറഞ്ഞു എത്രയും വേണ്ടി തിരിച്ച് പോരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ തന്നെ അവിടെയുള്ള അബുദാബിയുടെ പ്രദേശത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയെ കൊണ്ട് കാണിക്കുകയും അവിടെ വർക്കറയുള്ള ഒരു ആളായിരുന്നു അന്നത്തെ അവിടുത്തെ ഫിസിയോതെറാപ്പി. ആ ഫിസിയോതെറാപ്പിയിൽ കൂടി 1 മാസം പുള്ളി ഫിസിയോതെറാപ്പി ചെയ്തു. ആ ഫിസിയോതെറാപ്പിയിൽ കൂടി എനിക്ക് ഒരുപാട് ആശ്വാസം, ഒരു 80% റിക്കവറി എനിക്ക് ലഭിക്കാൻ കൊണ്ട് ഇടയായി തീർന്നു. പിന്നെ ഞാൻ ആ രീതിയിൽ പോയി. എന്നാൽ ഇപ്പോഴും അതിൻ്റെതാകുന്ന ഒരു അല്പമാകുന്ന ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ട്. ബുദ്ധിമുട്ടായിട്ട് പറയാൻ എന്തെങ്കിലും ഫുഡുകൾ കഴിക്കുമ്പോൾ കണ്ണിൽ കൂടെയും മൂക്കൂടെയും ഒക്കെ വെള്ളം വരുന്ന ഒരു പ്രശ്നമുണ്ട്. എന്നാൽ മറ്റുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അതിനുശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. കർത്താവ് എല്ലാ അനുഗ്രഹമായിട്ട് തീർത്തു വന്നു. അതിന് 1982 എൻ്റെ വിവാഹം നടക്കുകയും കഞ്ഞിത്താനം നിന്ന് ഉള്ള ഒരു സഹോദരി സഹധർമ്മിയായി സ്വീകരിപ്പാൻ കൊണ്ട് ഇടയായി തീർന്നു. എൻ്റെ സഹോദരങ്ങളൊക്കെയും വളരെയധികം അനുഗ്രഹപ്പെട്ട രീതിയിൽ കഴിഞ്ഞുകൂടുന്ന വ്യക്തിജീവിതമാണ്. എന്നാൽ 1984 82 തന്നെ എൻ്റെ വൈഫിനെ ഞാൻ അബുദാബിയിലേക്ക് കൊണ്ടുവരികയും അവിടെ വന്നതിന് ശേഷം അവിടെ അല്പമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു വരുവാനുള്ള തീരുമാനത്തിൽ തിരിച്ച് നാട്ടിലേക്ക് വരികയും അതിനുശേഷം ഞാൻ സിംഗപ്പൂരിലേക്ക് കടന്നു വന്നത് കൊണ്ടിടയായി തീർന്നു. ഈ സിംഗപ്പൂരിലേക്ക് കടന്നു ചെന്ന സമയത്ത് ആ സമയങ്ങളിലൊക്കെ ഞാൻ വളരെയധികം ചെയിൻ സ്മോക്കറും നല്ലപോലെ ഡ്രിങ്ക്സ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ സിംഗപ്പൂരിന്റെ പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഓപ്പൺ എയർ ആയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ലഭിക്കും, എവിടെ വേണേലും പോയിരുന്ന് കുടിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒന്നുമില്ല, ആരും കൂട്ടുകാരില്ല, ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലായപ്പോൾ ഒറ്റയ്ക്ക് നിന്നുള്ള ഈ കുടി എന്തിനാണെന്നുള്ള ഒരു ചിന്ത തോന്നി. അന്ന് ആ ഡ്രിങ്ക്സ് എനിക്ക് ഒഴിവാക്കുവാൻ തൊക്കെ കർത്താവിനെ സഹായിച്ചു. അതിനുശേഷം ഞാൻ 10 മാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നു. നാട്ടിൽ തിരിച്ചു വന്ന് വീട്ടിലെ ഭവനത്തിൽ കഴിയുമ്പോൾ ഒരു ഫൈനാൻസ് ഓന്നിയിൽ തുടങ്ങാൻ തൊക്കെ ഇടയായി. അതിനോടൊപ്പം രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെട്ട് 12 നിയമമണ്ഡലത്തിന്റെ കേരള കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടൊക്കെയും സേവനം അനുഷ്ഠിപ്പാൻ കൊണ്ട് ഇടയായി. അതിനുശേഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയിലെ ഭവനത്തിൻ്റെതാകുന്ന ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ തൊക്കെ സഹോദരങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഭവനത്തില് കൂടി ഒരു രാത്രി ഒരു സന്ധ്യയ്ക്ക് ഒരു 10 മണിക്ക് തുടങ്ങി രാത്രി ഒരു 3 മണി 4 മണി വരെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ കുടുംബത്തിൽ താമസിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അമ്മയും ഞങ്ങൾ ഒന്നിച്ചാണ് കുടുംബത്തിൽ താമസിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങൾക്കും എല്ലാവർക്കും കുടുംബം എനിക്ക് തരിക എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ മൂത്ത സഹോദരന് MRFന്റെ ഡയറക്ടറായിട്ട് ഫൈനാൻസ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യത്തിലാണ്. അപ്പൊ ആ സഹോദരനാണ് എല്ലാ കാര്യങ്ങളും, ഫാദർ ഇല്ലാത്തതുകൊണ്ട് സഹോദരനാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരുന്നത്.
ഇപ്പൊ എന്നോട് ചോദിച്ചു, മൂത്ത എന്റെ നേരെ മൂത്ത ജ്യേഷ്ഠനോട് ചോദിച്ചു, അനിയനോട് ചോദിച്ചു, എല്ലാവർക്കും മൂത്ത സഹോദരൻ എന്ത് പറയുന്നു അത് എല്ലാവർക്കും വില്ലിങ് ആണെന്ന് പറഞ്ഞു. എന്നാൽ വീട്ടിൽ വന്നതിന് ശേഷം അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അനിയന് ഭവനം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ചേട്ടൻ തന്നെ ചോദിച്ചു, അമ്മ ആര് നോക്കും? എന്നെ ആരും നോക്കണ്ട, എന്നെ ആരും നോക്കിയുമില്ല, എനിക്ക് അങ്ങനെയുള്ള ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് എന്നെ വളരെയധികം ത്രട്ടൺ ചെയ്ത രീതിയിൽ സംസാരിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അത് വളരെയധികം ഭാരപ്പെടുത്തി. ആ സമയത്ത് അമ്മ ഇങ്ങനെ ത്രട്ടൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ ഞാൻ നോക്കിയില്ലെന്ന് അമ്മ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കാം, എന്റെ ഫാദറിനെയും ഞാൻ നോക്കിയില്ലെന്ന് അമ്മ വേണമെങ്കിൽ പറയുമല്ലോ എന്ന് ഈ സാഹചര്യത്തിൽ ചോദിച്ചപ്പോൾ, നീ എന്തോ നോക്കിയെന്നാ പറയുന്നത്, ഞാനിവിടെ കിടന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു, നീ ഒന്നും നോക്കിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മൂത്ത ചേട്ടൻ പറഞ്ഞു, അമ്മ ഇനി ഒറ്റ അക്ഷരോടെ മിണ്ടിപ്പോയിരിക്കുന്നത്, എന്റെ അച്ഛനുണ്ടായിരുന്നു ഇങ്ങനൊന്നും സംഭവിക്കില്ല. അവന് എന്റെ അച്ഛനെ എങ്ങനെ നോക്കിയെന്നുള്ളത് ഇവിടെ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്കുക. അവൻ എങ്ങനെ നോക്കിയെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. ഒരു പുള്ളിക്ക് നോക്കേണ്ടതായ ഒരു സാഹചര്യം വന്നപ്പോൾ വേണ്ട രീതിയിൽ നോക്കാൻ കഴിയാതെ പോയി. ഞാൻ ഒരാൾ കൈകാര്യം ചെയ്തിരുന്നത് 3 പേര് കൂടി നോക്കിയിട്ടും ഫാദറിനെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തില് ആയി. അതുകൊണ്ട് ചേട്ടന് ആ വിഷയങ്ങൾ നല്ലതുപോലെ അറിയായിരുന്നു. ഒരു കാരണവശാലും ഞാൻ എത്രത്തോളം എന്റെ ഫാദറിനെ നോക്കിയെന്നുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് അമ്മയുമായിട്ട് പിന്നെ ഒരാഴ്ചകൾ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഭവനത്തില് ഇനി എന്റെ ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുന്ന വിഷയത്തോടുള്ളതിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഭവനത്തില് എല്ലാ ആഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. അത് ഓർത്തഡോക്സുകാരെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയാണ് ഇവിടെയുള്ള അനേകം വരുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരുന്നു. എന്നാല് ഈ വിഷയത്തോടുള്ള ബന്ധത്തില് ഞാൻ ഭാരപ്പെട്ട് അന്ന് രാത്രി എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ഉറങ്ങാതെ ഞാനിങ്ങനെ കിടന്നപ്പോൾ എന്റെ ഫാദർ പഠിപ്പിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഭാരമോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാല് ബൈബിൾ എടുത്ത് വായിക്കണമെന്ന്. ഞാന് അന്ന് രാത്രി വെളുപ്പിനെ ഒരു 4:30 ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. തുറന്നപ്പോ തന്നെ 27-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യം കർത്താവ് എന്നെ കാണിക്കാൻ തൊട്ടുണ്ട്. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും എന്നുള്ള ആ വാക്യം വായിക്കുവാൻ തൊക്കൊണ്ടും കർത്താവ് എന്നെ സഹായിച്ചു. ആ വാക്യം ഞാൻ വായിക്കുകയും എൻ്റെ ആ ഉള്ളിലുണ്ടായിരുന്ന ഭാരവും ഏതാണ്ടൊരു 10-20 കിലോ കട്ടി ഉള്ളിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നത് ഞാൻ എങ്ങനെയോ ഫ്രീ ആയതുപോലെ എനിക്ക് അനുഭവപ്പെടാൻ തൊക്കൊണ്ട് വേണ്ടി ഞാൻ രാത്രി തന്നെ എഴുന്നേറ്റ് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു, നീ ഈ മുതലൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ അപ്പൻ എന്നെ ചേർത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിപ്പാൻ തൊക്കൊണ്ട് ഇടയായിത്തീർന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ പ്രാർത്ഥന ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോ വീട്ടിൽ താമസിച്ചു വരവേ അമ്മ ഞങ്ങളിൽ നിന്ന് അകന്ന് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അത് ഞങ്ങൾക്ക് താങ്ങുവാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ സഹോദരന് ഒരു വീട് അടുത്തുണ്ട്. അവിടേക്ക് ഞാൻ താമസം മാറ്റുവാൻ തൊക്കൊണ്ട് ഇടയായിത്തീർന്നു. ഞങ്ങള് താമസം മാറ്റി. എന്നാല് താമസം മാറ്റി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇനിയും തൊട്ട് മേഴ്സി, എന്റെ വയറ്റിൽ ഒരു മേഴ്സി എന്നാ മേഴ്സി, ഞാന് ഈ അമ്മയുടെ കൂടെ നിന്നുള്ള പ്രാർത്ഥന നമുക്ക് ശരിയാകത്തില്ല, നമുക്ക് എവിടെങ്കിലും പ്രാർത്ഥന ഉണ്ടോ എന്ന് ഒന്ന് തിരക്കി അന്വേഷിക്കാം. അപ്പോൾ തുമ്പോൺ പഞ്ചായത്ത് എന്ന് പറയുന്ന ബന്ധിക്കോസുകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും ഇല്ലാത്തതായ ഒരു സാഹചര്യമാണ്. എന്തോ എവിടൊക്കെ ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് എങ്ങും ഇല്ല. അവിടെ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ദേശത്ത് വന്നൊന്ന് പ്രവർത്തിക്കാനോ ഒന്നിനും അനുവദിക്കാത്ത ഓർത്തഡോക്സുകാരുടെ കോട്ടയായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അന്ന് തന്നെ 1984 കാലയളവില് 1500 വീടുകളുള്ള ഒരു ചർച്ചാണ്. അതായത് ഭദ്രാസന ദേവാലയം ആയതുകൊണ്ട് തുമ്പോൺ ഭദ്രാസനം ദേവാലയമാണ്. അപ്പൊ അത്രത്തോളം വലിപ്പവും എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ചർച്ച ആയതുകൊണ്ട് സ്തോത്രം, അവിടെ നിന്ന് ഞങ്ങള് തിരക്കി പിടിച്ച് ഇങ്ങനെ തിരക്കിയപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരോട്ട് മാറി ഒരു പ്രാർത്ഥന നടക്കുമെന്ന് പറഞ്ഞു. ഗ്രൂപ്പ് ഏതാണെന്നൊന്നും അറിയത്തില്ല. അവിടെ കടന്നു ചെന്നു. ഞങ്ങൾ തിരക്കി പിടിച്ച് അവിടെ കടന്നു ചെന്നപ്പോഴ് അവിടുത്തെ പാസ്റ്റർ ചിറ്റാർത്തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു ദേവദാസന. പുള്ളി നല്ല വെളിപ്പാടും ദർശനവും ഒക്കെ ഉള്ള ഒരു ദേവദാസനാണ്.
പക്ഷെ ഞാൻ ഇതിലെ പുതിയ ആളായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആരുടെയും ഒരു നിർബന്ധത്താലോ ഒരു പാസ്റ്റർ നിർബന്ധത്താലോ ആരുടെയും സുവിശേഷം കേട്ടോ അല്ല ദൈവ അവിടേക്ക് കടന്നുപോയത്. ഈ ദൈവപ്രേരണയാൽ ഞാൻ കടന്നുപോയി. അപ്പോൾ ഞാൻ സിഗരറ്റ് നല്ലപോലെ വലിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ കടന്നുപോയത്. അപ്പോഴും പോയപ്പോഴും വഴിക്ക് അവിടെ വീടിന്റെ ഒരു വീട്ടിൽ വെച്ച് നടക്കുന്ന ആ വീടിന്റെ പടിക്ക് വരെയും സിഗരറ്റ് വലിച്ചുകൊണ്ട് പോയി. അകത്ത് കയറി ചെന്നു. പാസ്റ്റർ മെസ്സേജിന് വേണ്ടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മെസ്സേജിന് വേണ്ടി എഴുന്നേറ്റു. മെസ്സേജിന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മെസ്സേജിനകത്ത് ഈ ഒരു ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ പുള്ളി സംസാരിക്കാൻ തൊണ്ടിടയായി. എന്റെ ഹൃദയത്തിൽ ഒരു അല്പമായ കുത്തുകൊണ്ട് ഇത് എന്നോടായിരിക്കും എന്നെ ആയിരിക്കും പറയുന്നതെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഞാൻ അത്ര കാര്യമാക്കിയില്ല. മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. എല്ലാവരും പരിചയപ്പെട്ട് തിരിച്ചു പോന്നു. പിറ്റേ വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ ആരാധനയ്ക്കായിട്ട് കടന്നുപോയി. അന്ന് ചെന്നപ്പോഴും ഈ ദൈവദാസന്റെ വായിൽ നിന്ന് പ്രസംഗിച്ചു വരുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വേർഡ് ഈ ലഹരിയെ കുറിച്ച് പറയും. തന്നെ അത് വീണ്ടും ആർട്ട് ചെയ്തു. അന്നും കാര്യമാക്കിയില്ല. മൂന്നാമത്തെ ആഴ്ചയും പോയപ്പോൾ ഇതേ അനുഭവം തന്നെ ഉണ്ടാകുവാൻ തൊണ്ടിടയായി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നൊരു തീരുമാനം എടുത്തു. ഞാൻ ദൈവത്തെ പരീക്ഷിച്ചിട്ട് എൻ്റെ അപ്പന്റെ സന്നിധി കടന്നു വന്നൊരു ദാസനാണ്. കാരണം ഞാൻ പറഞ്ഞു, കർത്താവേ, അടുത്ത വ്യാഴാഴ്ച രാത്രി ഞാൻ 12 മണിയാകുമ്പോൾ സുഹൃത്തുക്കളിൽ നിർത്തും. വെള്ളിയാഴ്ച രാവിലെ ഇവിടെ കടന്നു വരുമ്പോൾ ഈ ദൈവദാസന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ലഹരിപരമായ ഒരു വിഷയം കടന്നു വരുമോ ഇല്ലെന്ന് എനിക്ക് പരീക്ഷിക്കണം. കാരണം ഞാൻ വിചാരിച്ചത് എൻ്റെ സ്മെല്ലും കൊണ്ടോ അല്ലെ എൻ്റെ ചെറി കറുത്തിരിക്കുന്നത് കൊണ്ടോ അല്ലെ മറ്റുള്ള എന്തെങ്കിലും കാരണം കൊണ്ടാണ് ഈ ദൈവദാസൻ സംസാരിക്കുന്നതാണ് എൻ്റെ ചിന്ത. എന്നാൽ ആ 4ാമത്തെ ആഴ്ച എൻ്റെ വൈഫിനോട് പോലും പറയാതെ രാത്രി 12 മണിയായപ്പോൾ ഞാൻ സിഗരറ്റ് നിർത്തി. രാവിലെ ഞങ്ങൾ മാന്യമായിട്ട് അവിടേക്ക് കടന്നുപോയി. എന്നാൽ അന്നത്തെ ദിവസം ഈ ദേവദാസന്റെ വായിൽ നിന്ന് ഒരു വേർഡ്, ഒരു ചെറിയ ചില്ല വേർഡ് പോലും വരുവാൻ ഇടയായി തീർന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് ഇടയായി തീർന്നു. ഒരു വലിയ ഭയം എൻ്റെ ഉള്ളിൽ കയറി. ഞാൻ എൻ്റെ ദൈവത്തെ പരീക്ഷിച്ചു. ഇനി ഞാൻ തൊട്ടാൽ എനിക്ക് അടി കിട്ടുമെന്നൊരു പേടി. കാരണം ഇതിനു മുമ്പ് ഞാൻ നിർത്താനായിട്ട് ഒരു 5-6 പ്രാവശ്യം എനിക്ക് ആഗ്രഹമുണ്ട് നിർത്തണമെന്ന്, പക്ഷെ നടക്കാതെ പോയി. 6 മാസം വരെയൊക്കെ നിർത്തിയ സാഹചര്യങ്ങളുണ്ട്. അപ്പോഴും നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. എന്നാല് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസൻ തന്നെ സാക്ഷ്യം പറയണം. ഇങ്ങനെ അവിടെ സാക്ഷ്യം പറയാൻ ആ കൂടെ 2 കുടുംബമേ ഉള്ളൂ. ഞങ്ങളുടെ ചെന്നപ്പോൾ 3ാമത്തെ കുടുംബം, ഞങ്ങൾ 6 പേര് പാസ്റ്ററും മാത്രം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇത്രയും പേര് അയക്കുമ്പോൾ പാസ്റ്റർ ഞങ്ങളോട് 2 പേരോട് നിങ്ങളോടൊക്കെ സാക്ഷ്യം പറയണം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അതിനുള്ള സാഹചര്യമല്ല. കാരണം ഞാനൊരു ഫൈനാൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ രാഷ്ട്രീയമുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാ ഒരു സാക്ഷ്യം പറയുന്നത്? അതിനൊരു മാറ്റം വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മാറ്റം വന്നതിന് ശേഷം ഞാൻ പറയാവുന്നൊക്കെയും പറഞ്ഞു. വിദ്യാഭ്യാസം പറഞ്ഞു, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊള്ളും. അച്ഛൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞതല്ല ഉള്ളൂ, അതിനകത്ത് വേറെ കാര്യമില്ല. അച്ഛൻ്റെ ഒരു അനുഭവം പറ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ അതിനുള്ള സമയമായിട്ടില്ല, ഞാൻ പറയാവുന്നത്. പാസ്റ്റർ നിർബന്ധം മൂത്തപ്പോഴ് എനിക്ക് മനസ്സിൽ, ഓർത്തഡോക്സുകാരനാണ്, അങ്ങനെ ബൈബിൾ വായിച്ച് വലിയ ശീലമൊന്നുമില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വായിക്കും, എല്ലാ ദിവസവും വായിക്കും. പക്ഷെ അങ്ങനെ ഒരു ഹൃദയസ്പർശിയായിട്ടൊന്നും വായിച്ചിട്ടില്ലാത്തത് കൊണ്ട്, ഇവിടെല്ലാം കൗമായും പ്രാർത്ഥനയും ഇങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് എന്റെ മനസ്സിൽ ആരോ പറഞ്ഞതുപോലെ എന്റെ സാക്ഷ്യം സത്യമായിരുന്നുള്ളൊരു വാക്യം ബൈബിളിലൂടെ ഉണ്ട്. ഇത് പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ ബൈബിളിൽ എവിടാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, ഇതെന്ന് എനിക്ക് കിട്ടുന്നോ അന്ന് ഞാൻ എഴുന്നേറ്റ് സാക്ഷ്യം പറയും. പിന്നെ ദൈവസന്നിധി വെച്ചൊരു കണ്ടീഷൻ, ഞാൻ ഇവിടെ ഈ 4 പേര് സാക്ഷ്യം പറയുന്നതായ 10-15 മിനിറ്റ് സമയത്ത് മാത്രമേ ബൈബിൾ തുറക്കൂ. അങ്ങനെ 1ാമത്തെ ആഴ്ച ബൈബിൾ തുറന്നു, ഒന്നും കിട്ടിയില്ല. 2ാമത്തെ ആഴ്ച തുറന്നു, കിട്ടിയില്ല. 3ാമത്തെ ആഴ്ചയും തുറന്നു, 30 മിനിറ്റ് കടന്നുപോയി. എന്നാൽ 4ാമത്തെ ആഴ്ച സ്വർഗത്തിലെ ദൈവം എന്റെ മുമ്പിലേക്ക് ഈ വാക്യം കൊണ്ട് തരുവാൻ തൊക്കെ റെഡിയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. ഇത് കണ്ടവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യം തന്നെ.
ഹല്ലേലൂയ. അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. അപ്പൊ ഈ വാക്ക് എന്റെ ഉള്ളിൽ തന്നു. ഇത് തന്നെ എനിക്ക് ദൈവാത്മാവ് എന്റെ കണ്ണിലേക്ക് കൊണ്ടുതരുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അന്ന് മുതല് ഞാൻ വളരെ ഈ ഭയത്തോടെ ദൈവത്തെ സേവിപ്പാൻ കൊണ്ട് ഇടയായി തീർന്നു. എന്നാല് ഈ ദേവദാസൻ ഒരു പ്രവാചകനും ഇതൊക്കെ ആയപ്പോഴ് ഒരു ദിവസം പ്രവാചകന്മാരുടെ എല്ലാം കൂടെ ഒരു മീറ്റിംഗ് അവിടെ വെച്ച് നടത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനോട് വരണം. ഞാനും എൻ്റെ വൈഫും പോയി. അപ്പൊ ഇവരുടെ അന്യഭാഷ അങ്ങോട്ടും പറഞ്ഞാൽ ഭയങ്കരമായ അന്യഭാഷ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്റെ ഉള്ളില് ഇതെന്താണെന്ന് ചോദിച്ച് ഉള്ളിൽ ഞാൻ ചിരിച്ചു. അല്ല പുറമേ ചിരിച്ചില്ല, ഉള്ളിൽ ഞാൻ ചിരിച്ചു. ഉള്ളിൽ ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദേവദാസി അപ്പം തന്നെ പറയാ, ഉള്ളിലെ ആ ചിരിയുടെ സമയത്ത് തന്നെ പറയാണ്, ഒരാള് ഇവിടെ നിന്ന് ചിരിക്കുന്നു, ഇതെല്ലാം കണ്ട് ചിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും എനിക്കൊരു ഭയം ഉണ്ടായി. എന്നാലും മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ എളുപ്പം തന്നെ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അവിടെ അവരൊക്കെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ ഫുഡ് കഴിക്കാമെന്നില്ല, എനിക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞപ്പോൾ ആ സഹോദരി, അവന്റെ വൈഫ് അവിടെ ഇരിപ്പുണ്ട്. ആ സഹോദരി ചോദിച്ചു, ആ പോയ വ്യക്തി ആരാണ്? ഇങ്ങനെ പറഞ്ഞു, ആ വ്യക്തിയാണ് ചിരിച്ചതെന്ന് പറയുവാൻ കൊണ്ടിടയായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായിട്ട് ആ കാര്യങ്ങളൊക്കെയും പറയുവാൻ കൊണ്ട് ഇടയായി തീർന്നു എന്നുള്ളത് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ദൈവസന്നിധിയിലേക്കുള്ള ആ ആർദ്രതയും ഭയവും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെയും അനുകൂലമായ രീതിയിൽ നടക്കേണ്ട ഒരു വീട്ടിലാണ്. ആ വീട്ടിലെ വ്യക്തി വിശ്വാസിയാണെന്നേ ഉള്ളൂ, എന്നാൽ ഒരു പിന്മാറ്റ അവസ്ഥയിലൊക്കെ ആയിരുന്ന ഒരു സാഹചര്യത്തില് ആ ഭവനത്തില് ആരാധന നടത്തുവാനോ പാട്ട് പാടാനോ ഒന്നും സാഹചര്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴേ ആ ഭവനത്തിലെ വ്യക്തി പാസ്റ്ററെ ഉപദ്രവിക്കാനുള്ളതായ കാര്യങ്ങൾ നോക്കി. അപ്പൊ ഞാൻ ഇറങ്ങി ചെന്ന് ചോദിച്ചു, ബാബു എന്നാണ് പുള്ളിയുടെ പേര്, ബാബുച്ചാന് എന്താ പാസ്റ്ററെ തള്ളണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ലടാ, നിന്നെ അല്ല പറയാം. അപ്പൊ പുള്ളിക്ക് അത്രത്തോളം ഉള്ള ആ വിവരമേ ഉള്ളൂ. നിന്നെ അല്ല പറയുന്ന പാസ്റ്ററയാണ്. ഞാൻ പാസ്റ്ററയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് പാസ്റ്ററെ തൊടാന്നുണ്ടേ പാസ്റ്റർ തൊടാം. ഞാന് രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ഒറ്റ മാനദണ്ഡം എന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ തൊടാമെന്ന് പറഞ്ഞു. അവസാനം പാസ്റ്റർ ഞാൻ അവിടെ നിന്നു. പാസ്റ്റർ അവിടുത്തെ ആഹാരമൊക്കെ കഴിഞ്ഞേച്ച് ഞങ്ങള് പോന്നു. പാസ്റ്റർ ഞാൻ വണ്ടി കയറ്റി വിട്ടു. പിറ്റേ ആഴ്ച വരുമ്പോ പാസ്റ്റർ വീട്ടിലോട്ട് വരും. ഞങ്ങൾ ഒന്നിച്ചാ പിന്നെ അങ്ങോട്ട് പോന്നേ. പിന്നെ ആ ഒരാഴ്ച കൂടെ അവിടെ നടത്തിയപ്പോൾ ഈ മനുഷ്യൻ ആരാധനയ്ക്ക് ഒന്നും സംബന്ധിക്കാതെ ഒരു മാറിപ്പോകുന്ന ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇത് എന്തോ ചെയ്യും, ഈ മീറ്റിംഗ് ഈ കൂട്ടായ്മ എങ്ങനെ മുന്നോട്ട് കൊണ്ടു, അത് ചർച്ചകോടുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു ഇന്നത്തെ കൂട്ടായ്മ. അപ്പോൾ ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഞാനിലെ അമ്മയുമായിട്ടുള്ള വിഷയത്തോടുള്ള ചേട്ടന്റെ പുതിയ വീട്ടിലേക്ക് വേറൊരു വീട്ടിലേക്ക് മാറി താമസിച്ചുകൊണ്ട് ആ വീട് വളരെയധികം നല്ല ഹോളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വീടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പാസ്റ്ററെ നമുക്ക് അങ്ങോട്ടങ്ങ് കൊണ്ടുപോകാം, ആരാധന അങ്ങോട്ടങ്ങ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്ററും പറഞ്ഞു, ഓക്കെ അന്ന് അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങള് അവിടെ ഡ്രമ്മും പായും ഇതെല്ലാം എടുത്തോണ്ട് ഞങ്ങൾ അങ്ങോട്ടങ്ങ് പോയി. അവിടെ പോയി ഒരാഴ്ച അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞു. പിറ്റേ ആഴ്ച വെള്ളിയാഴ്ച പാസ്റ്റർ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ ഇതിന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തി തുമ്പോണ് MGH സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു. അപ്പൊ ആ സ്കൂളിന്റെ അടുത്താണ് ടീച്ചർ താമസിക്കുന്നത്. അപ്പൊ പാസ്റ്റർ അവിടെ പോയിട്ടാണ് ഞാൻ നമ്മുടെ വീട്ടിലോട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നത്. അപ്പൊ അന്ന് 11 മണിയായിട്ടും പാസ്റ്ററെ കാണാതെ വന്നപ്പം ഞാൻ വിചാരിച്ചു എന്താ പറ്റി പാസ്റ്റർ എന്താന്ന് വിചാരിച്ച് ഇങ്ങനെ ചിരിക്കുമ്പോൾ അവിടുത്തെ സഹോദരി ഓടി വരുന്നു. അന്ന് സഹോദരന് ആ ടീച്ചർ തിരുവനന്തപുരത്ത് കണ്ട് പോയിക്കായിരുന്നു, അവിടെ ഇല്ലായിരുന്നു. സഹോദരി ഓടി വരുന്നു, അച്ചായ പാസ്റ്ററെ ഇവിടെയുള്ള കുറെ 5-6 പേര് ഓടി ഉപദ്രവിച്ചു, പാസ്റ്റർ അവിടെ പേടിച്ചിരിക്കുന്നു, അച്ഛൻ ഇങ്ങോട്ട് വരാതെ ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ ചെന്ന് പാസ്റ്ററേയും കൂട്ടി വീട്ടിൽ വന്നു. കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അപ്പൊ അവര് അടിച്ചുവൊന്നുമില്ല, കുടയെല്ലാം തല്ലിപ്പോയി. ഈ പഴയ വീട്ടിലെ ആ വ്യക്തി മാർഷിലുള്ള കുറെ പേരെ അറേഞ്ച് ചെയ്ത് പാസ്റ്ററെ ഉപദ്രവിക്കാനായിട്ട് വിട്ടതാണ്. അതിനുശേഷം ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഒരു വേർഡ് പറഞ്ഞു. അവര് എന്നെ ഉപദ്രവിച്ചു ഒന്നും എനിക്കൊരു വിഷയമില്ല, പക്ഷേ അപ്പൊ ഒരു ഹരിജൻ കോളനി ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഞാൻ എൻ്റെ ഈ പുതിയ വീടിന്റെ അടുത്ത് തന്നെ ഹരിജൻ കോളനി ഉണ്ട്. ഈ കോളനിയിൽ എങ്ങാനും കാല് കുത്തിയെങ്കിൽ മുട്ട് തല്ലി ഓടിക്കുമെന്ന് ഇവർ പറഞ്ഞു, 5 പേര്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴ് എനിക്കെന്തോ ഇന്നില്ലാത്തൊരു ഒരു വ്യത്യാസം ഉണ്ടായിട്ട്, ഞാൻ ഈ തുമ്പോൺ ദേശത്ത് താമസിച്ചിട്ട് എനിക്കുള്ള ഒരു ദൈവദാസനോ അല്ലെ ഞങ്ങൾക്കോ
പ്രാർത്ഥനയ്ക്ക് പോകാൻ കഴിയാതെ വണ്ണം മുട്ട് തല്ലി ഒടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അത് തന്നെ ഒന്ന് കാണണം എന്നുള്ള ഒരു വാശി എന്റെ ജീവിതത്തിൽ വന്നു. അന്ന് പ്രാർത്ഥനയായിട്ടൊന്നും നടന്നില്ല എങ്കിലും ജസ്റ്റ് ഒരു പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ വൈകിട്ട് 5 മണിക്ക് പാസ്റ്റർ ഒരുങ്ങണം, നമുക്ക് ഈ കോളനി വരെ പോകണം. അപ്പൊ കോളനിയിലെ ഒരു സഹോദരനുണ്ട് ഇതിനകത്ത്. ആ സഹോദരൻ പറഞ്ഞു, ഒരു കാരണവശാലും പോകരുത്, അച്ഛൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ, ആ ദേശത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വിഷയമുണ്ട്, ഇങ്ങനെയാണ് ഞാൻ. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, മുട്ട് തല്ലി ഒടിക്കാനുള്ള ഒരു പാസ്റ്റർ മുട്ട് തല്ലി ഒടിക്കട്ടെ ഞാൻ എന്റെ സാന്നിധ്യത്തിൽ, പിന്നെ നമുക്ക് നോക്കാം. ഒക്കത്തില്ല എന്ന് സമർപ്പിച്ച് ഭയങ്കരമായിട്ട് അവര് താക്കീത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു പറ്റുകയില്ല. ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാം കൂടെ നടത്തിക്കോ, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, ഞാൻ മാത്തുക്കുട്ടിച്ചാൻ്റെ കൂടെ പോവാണ്, അവരെന്നെ കൊല്ലട്ടെ, ഞാൻ മാത്തുക്കുട്ടിച്ചാൻ്റെ കൂടെ പോകും. അപ്പോഴത്തേക്ക് CPI-ക്കാരെല്ലാം കൂടെ വന്നു വെച്ചാൽ ഞങ്ങൾ കാവൽ നിന്നോളാം, അച്ഛൻ വന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും കാവൽ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കാനൊരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ 5 മണി, അപ്പൊ ഞാൻ 5 മണിയായപ്പോൾ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉച്ചയ്ക്ക് തന്നെ ആ കോളനിയുടെ മാർക്സിസ്റ്റിന്റെ നേതാവിനെ പോയി കണ്ടു. ചെല്ലപ്പൻ എന്നാ പേര്. ചെല്ലപ്പ, നിങ്ങളുടെ പിള്ളേരെല്ലാം കൂടി ഞങ്ങളുടെ പാസ്റ്ററെ ഉപദ്രവിച്ചു, അതുകൊണ്ട് ഉപദ്രവിച്ചൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല, പാസ്റ്റർ കുട തല്ലി പഠിച്ചുകൊണ്ട് പോയി, എന്തായാലും ഞങ്ങൾക്കൊരു വിഷയമല്ല, ഉപ്പുങ്ങി കുട തിരിച്ചുകൊണ്ട് കൊടുത്തേക്കാൻ പറയാൻ പറഞ്ഞു. പക്ഷെ കോളനി കയറിയ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിയാകുമ്പം ഈ ദൈവദാസനുമായിട്ട് ഇവിടെ വരും, കാല് തല്ലി ഒടിക്കാനുള്ളവരെല്ലാം നിർത്തി. അച്ഛാ കുഞ്ഞെ അങ്ങനെ ചെയ്യരുത്, ഞാനൊന്ന് അന്വേഷിച്ചോട്ടെ. ഞാൻ ഒരു അന്വേഷണവും ഇല്ല, ഇനി 2-3 മണിക്കൂറുണ്ട്, ആ നേരം കൊണ്ടുള്ള അന്വേഷണമൊക്കെ മതിയെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇപ്പൊ ദേവദാസനെ കൊണ്ട് അവിടെ പോവുകയും ആ ജോർജ് സഹോദരന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരുവാൻ, അതായത് കോളനിയിലുള്ള ഒരു സഹോദരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സഹോദരന്റെ വീട്ടില് പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരുവാനൊക്കെ റെഡിയായി തീർന്നു. അതിനുശേഷം ആ കോളനിയിൽ എപ്പോൾ വേണമെങ്കിലും പാസ്റ്റർക്ക് ഒറ്റയ്ക്കോ എങ്ങനെ വേണമെങ്കിലും പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്നാല് അതിന് 1 വർഷം കഴിഞ്ഞപ്പോഴേ ഈ അടിച്ചവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലതല്ലി ഒരുത്തം ആരണ്ട് മരിച്ചു, ഒരുത്തം പോലും ഇന്ന് ഈ നാട്ടിൽ ഇല്ലാത്ത ഒരവസ്ഥയിലായി. ആ അടിച്ചവരാരും തന്നെ ഇന്ന് നാട്ടിൽ എങ്ങോട്ട് പോയി എന്ന് അറിയത്തില്ല. പിന്നീട് അവിടെ ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവദാസന് മുന്നോട്ട് ഇങ്ങനെ പോയി. അപ്പം ബുധനാഴ്ച ആകുമ്പോൾ പിന്നെ പുള്ളി ബുധനാഴ്ച ആകുമ്പോൾ വീട്ടിൽ വരും. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ബുധനാഴ്ച രാത്രി ബുധനാഴ്ച വ്യാഴം വെള്ളി എല്ലാം രാത്രി ഒരു 12-1 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ പറയുകയും വർത്താനം പറയുകയും ഇങ്ങനെല്ലാം ചെയ്യും. അപ്പൊ പുള്ളി പ്രവാചകനായിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇനിയും ഗൾഫിൽ പോവും. ഞാൻ പറഞ്ഞു, ഗൾഫിൽ പോകാനായിട്ട് ഒരു ചാൻസും ഇല്ല, അതെന്ന് എനിക്കറിയണ്ട, ഗൾഫിൽ പോവും അച്ഛൻ. അപ്പൊ എന്നോട് ചോദിച്ചു ഗൾഫിൽ, ഞാൻ പറഞ്ഞു അച്ഛൻ ഗൾഫിൽ പോയാല് എനിക്ക് എന്തോ തരും. ഇപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു പാസ്റ്റർക്ക് എന്തോ വേണ്ടിയേ, എനിക്കൊരു സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാല് ഞാൻ പോയതിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുന്നോട്ട് പോയി എൻ്റെ വൈഫിന്റെ ജ്യേഷ്ഠത്തി ദുബൈയുടെ പ്രദേശത്തുണ്ട്. അപ്പോ ഈ വീടിന്റെ ഒക്കെ ഇതൊന്നും കിട്ടാതെ വന്നപ്പം ചേട്ടത്തി ചോദിച്ചു, മാത്തുക്കുട്ടിക്ക് ഇനിയും ദുബൈയിലോട്ട് വരാൻ, നേരത്തെ അബുദാബിയിലുണ്ടായിരുന്ന ദുബൈയിലോട്ട് വരാൻ വല്ല ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പി വരാൻ. പിന്നെ 2 വർഷം മുമ്പ് പാസ്പോർട്ടിന്റെ കോപ്പി കൊടുത്താണ്, പിന്നെ ഒരു വിവരവും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്നാനത്തോടുള്ള വിധത്തില് പാസ്റ്റർ സ്നാനപ്പെടണം എന്നുള്ള വളരെയധികം നിർബന്ധങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴ് ഇങ്ങനെ ഞാന് പാർട്ടിയുടെ ലീഡറിന് ലെറ്റർ അയച്ചു, എന്നെ ഇന്ന് ഒഴിവാക്കണം, ഞാൻ റിസൈൻ ചെയ്യാം. അത് റിജക്ട് ചെയ്ത് തിരിച്ചയച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ 3 കാലം പോയച്ചാൽ മതി, ഒരു റിജക്ഷനും ഇല്ല, മാറ്റുന്ന പ്രശ്നവും ഇല്ലെന്ന്. പിന്നെ ഞാൻ വലിയ പ്രവർത്തനത്തിനൊന്നും പോകായിരുന്നു. എന്റെ ദൈവം അത്ഭുതമാമ്പണ്ണം അതിനെ മാറ്റി തരുമെന്നൊക്കെ ഇടയായി തന്നത് അത് പുറകാലം ഞാൻ പറയാം. എന്നു പറഞ്ഞാല് അത് കഴിഞ്ഞ് ദേവദാസൻ സ്നാനപ്പെടണം എന്ന് പറഞ്ഞപ്പം എന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി, സ്നാനപ്പെടണമല്ലോ, സ്നാനപ്പെടുന്നത് നല്ലതാണല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, മേഴ്സി എനിക്ക് സ്നാനപ്പെടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടാൻ പോവാ, നിന്റെ അഭിപ്രായം എന്താ? എന്നെ അതിന് കിട്ടത്തില്ല, ഞാൻ സ്നാനപ്പെടത്തില്ല. കാരണം നമ്മള് ഇപ്പോ ഓർത്തഡോക്സ് സഭയിലോ ആരാധനകൾക്കോ ഒന്നിനും പോകാറില്ല, എല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നത്.
വരുന്നവർക്കെല്ലാം വേണ്ട രീതിയിൽ സൽക്കരിക്കുന്നു. പാസ്റ്റർ നമ്മളോട് ഉണ്ട്, അവർക്ക് സൽക്കരിക്കുന്നു. മാസയോഗം വന്നു കഴിഞ്ഞാൽ ഞങ്ങളാ മെയിനായിട്ട്. എനിക്ക് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതെല്ലാം നമ്മുടെ ചെലവില് ചെയ്യുവാൻ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു പുകഴ്ചയായിട്ട് ഞാൻ പറയുന്നില്ല, എന്റെ ദൈവനാമത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ പിന്നെ എന്തോ മാറ്റമാണ് വേണ്ടത്. ഇനി അങ്ങനെ ഒരു മാറ്റുന്ന ഒരു പ്രശ്നമില്ല, അത് എന്നെ കിട്ടത്തില്ല എന്ന് പറയുക എന്ന് കൊണ്ടിടയെ. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈകിട്ട് വേറിയ പാർട്ടിനുള്ള അത് ഞങ്ങളുടെ ഈ ഭവനത്തിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞു പോലും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ പെന്തിക്കോസ്തിന്റെ പ്രാർത്ഥനയോട് നടത്തുന്നു. ഒരു കുഞ്ഞു പോലും എന്നോട് ചോദിക്കാൻ ഇടയായിട്ടില്ല. കാരണം എന്താണെന്ന് ഇന്നും എനിക്ക് അജ്ഞാതമാണ്. എന്നാല് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീയോടില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് സ്നാനപ്പെടുന്ന പ്രശ്നമേ ഇല്ല. സ്നാനപ്പെടുന്നെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ചായിരിക്കും സ്നാനപ്പെടുന്നത്. അതാണ്ടൊരു 90 മെയ് മാസത്തിലാണ്. ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ വൈഫിന് രാത്രിയിലൊരു ദർശനത്തില് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ ഭാഗത്ത് കടന്നു വരാതെ നിങ്ങളുടെ വഴികളെ തുറക്കുകയില്ല. കാരണം എനിക്ക് ഫൈനാൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ മാന്യമായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ വേണ്ട രീതിയിലുള്ളതായ ഒരു ഉത്തേജനമില്ല, ഒരു ഉയർച്ചയില്ലാത്തൊരു സാഹചര്യത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി. എന്റെ പേരിലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ഉള്ളത്. അപ്പം വൈഫ് എന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പം വൈഫ് ചോദിച്ചു, കർത്താവേ ഞങ്ങൾ നിന്റെ ഭാഗത്താണ്. ഇല്ല, നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്തല്ല. നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിച്ചിട്ടില്ല. എന്റെ കൽപ്പന അനുസരിക്കാത്തത്തോളം നിങ്ങൾ എന്റെ ഭാഗത്തല്ല എന്ന് വ്യക്തമായിട്ട് പറയുവാൻ കൊണ്ട് ഇടയായി. അങ്ങനെ ആ സ്നാനം അവളെ കാണിച്ചു കൊടുക്കുവാൻ കൊണ്ട് ഇടയായി. അവൾ ദൈവത്തിന്റെ ആത്മാവ് അവളെ വ്യക്തമായിട്ട് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ രാത്രി തന്നെ വിളിച്ചോണത്തി, അച്ഛാ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയൊക്കെ ഒരു ദർശനം എനിക്ക് തന്നു. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നീ അല്ലയോ എന്റെ തടസ്സം, ദൈവാത്മാവ് നിന്നെ കാണിച്ചു തന്നാ നമുക്ക് സ്നാനപ്പെടാനുള്ള തീരുമാനങ്ങൾ എടുക്കാം. ആ ദൈവത്തിന്റെ ഉദ്ദേശമാണ്. ഓക്കെ. അങ്ങനെ പിറ്റേ ആഴ്ച ഞായറാഴ്ച ഞങ്ങൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത്. പിറ്റേ ഞായറാഴ്ച വന്നപ്പോൾ വേറെ 4 പേരൂടെ സ്നാനപ്പെടണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാല് ഞങ്ങൾ 2 പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവദാസൻ പറഞ്ഞു, നിങ്ങൾ 2 പേരല്ലേ ഇവിടെ സ്നാനപ്പെടാൻ പോകുന്നത്, 4 പേരാണ് ഇവിടെ സ്നാനപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ പിറ്റേ ആഴ്ച 4 പേരോട് എഴുന്നേറ്റപ്പോൾ 6 പേരായി. ഞങ്ങളൊക്കെ പലരും ചിന്തിച്ചു, എന്താ ഇത് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആയിപ്പോ എന്താന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഈ സ്നാനം നടക്കേണ്ട ആ ദിവസത്തിന്റെ തലയാഴ്ച, ആ ആഴ്ചയുടെ തലയാഴ്ച 2 പേര് എഴുന്നേറ്റ് സ്നാനത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഓഗസ്റ്റ് മാസം 1990 ഓഗസ്റ്റ് മാസം 4-ാം തീയതി സ്നാനപ്പെടുവാനുള്ള കാര്യങ്ങളൊക്കെയും ക്രമീകരിക്കാൻ കൊണ്ടും ഇടയായിത്തീർന്നു. അതെന്റെ കുടുംബ വീട്ടിൽ നിന്നാണ് എല്ലാവരും പ്രാർത്ഥിച്ച് ഇറങ്ങുവാനായിട്ട് തീരുമാനിച്ചത്. കാരണം അന്ന് ഞങ്ങൾ ആയിരിക്കുന്ന ആ സഭയിൽ ആളില്ലല്ലോ. അപ്പൊ സ്നാനപ്പെടാൻ പോകുമ്പോൾ ആരെങ്കിലും കുറച്ചു പേരോട് വേണമല്ലോ. അങ്ങനെ 12 ചർച്ചോടുകൂടി നിന്നുള്ള സഹോദരങ്ങളെയും ഭാഷയും എല്ലാം വിളിച്ചിരുന്നു. അവര് വന്ന് ഞങ്ങള് എന്റെ കുടുംബ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രൊസഷനായിട്ട് അല്ല ഡ്രമ്മും ഒക്കെ അടിച്ച് വരിയായിട്ട് ഞങ്ങൾ ആറ്റിലേക്ക് കടന്നു വന്നപ്പോൾ ഇടയാച്ചു. കുമ്പോൺ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സ്നാനം നടന്നിട്ടുണ്ടോന്ന് എനിക്ക് അന്ന് അറിയില്ല. അങ്ങനെ ഞാൻ കേട്ടിട്ട് പോലുമില്ല. എന്നാൽ അങ്ങനെ ആടിന്റെ കട. അപ്പൊ ആർക്കും അറിയാഞ്ഞുകൊണ്ട് എന്താണെന്ന് നോക്കാൻ സൈഡിലുള്ള ആളുകളെല്ലാം കൂടി, ആറ്റിലും ആൾ കൂടി, ആറിന് അക്കരെയുള്ളവർ ട്രമ്മടി ഇതെല്ലാം കേട്ടിട്ടുണ്ട്, അവരും വന്ന് കൂടി. അപ്പൊ അവിടെ ഇച്ചിരി വിളിച്ചുകൊണ്ട് ചില ബന്ധുക്കാരൊക്കെ അവിടെ ഉള്ളതാണ്. എന്നാൽ അവരും വന്ന് ആറ്റിന്റെ ആ തീരത്ത് വന്ന് നിന്നു. ഞങ്ങള് 4 പേര് സ്നാനപ്പെട്ട് കയറി അവിടുന്ന് തിരിച്ച് പ്രൊസഷനായിട്ട് ആരാധന നടക്കുന്ന ആ വീട്ടിലേക്ക് പോയി. അതെന്ന് പറഞ്ഞാൽ കോളനിയുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഡ്രമ്മും അടിച്ച് ഞങ്ങൾ പാട്ടും പാടി അവിടുത്തെ ആരാധന എല്ലാം കഴിഞ്ഞ് തിരിവാൻ കൊണ്ട് ഇടയായി തീർന്നു. എന്നാൽ അതിനുശേഷം 9-ാം തീയതി എന്റെ വൈഫിന്റെ ജ്യേഷ്ഠത്തിൽ ഒരു എഴുത്ത് വരുന്നു, മാത്തുക്കുട്ടി നിന്റെ വിസ 4-ാം തീയതി കിട്ടിയത്.
അപ്പൊ ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ എന്റെ ഭാഗത്ത് കടന്നു വരാതെ നിങ്ങളുടെ വഴികളെ തുറക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം ആ സ്നാനപ്പെട്ട സെയിം ഡേയിൽ അവിടെ വിസ കിട്ടിയെന്ന് പുള്ളിക്കാരി വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അങ്ങനെ എഴുതേണ്ട ഒരു കാര്യവുമില്ല. വിസ കിട്ടിയെന്ന് എഴുതിയാൽ മതി. ഈ ഡേറ്റ് പോലും എഴുതാൻ തക്കൊണ്ടും ഇടയായി തീർന്നു. അവര് മർത്തോമക്കാരാ, ഞങ്ങൾ ബന്ധിക്കോസിലായി അറിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യത്തുമില്ല. ഒരു വിസിറ്റ് വിസയാണ് എനിക്ക് എടുത്തു തന്നത്. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ട്. ആ കൂട്ടുകാരനും അറിയാം വിസിറ്റ് വിസ എടുത്തു തന്നു. അപ്പം എനിക്ക് ഉടനെ പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം പാർട്ട്നേഴ്സ് ഉള്ള സ്ഥാപനമാണ്. ഒരു പാർട്ട്ണറിന്റെ ഫാദറിനെ എന്റെ ഓതറൈസേഷൻ എല്ലാം ഏൽപ്പിച്ച് ഇവിടെ നിന്ന് ഞാൻ കടന്നു പോകാൻ സെപ്റ്റംബർ മാസം കടന്നു പോകാൻ തൊക്കെ റെഡിയായിട്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പാസ്റ്ററുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു. പാസ്റ്ററിനെ വന്ന് മീറ്റിംഗ് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം ജാനുവരി മാസം 10 എന്റെ ആ വിസിറ്റ് വിസ തീരും. ഈ കുവൈറ്റ് വാറൊക്കെ നടന്ന ഒരു സാഹചര്യമായതുകൊണ്ട് പ്രൈവറ്റ് പാർട്ടികൾ ഒരു വിസയും കൊടുക്കാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഡയറക്റ്റ് ഒപ്പിടുന്നത് മാത്രം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തു. അതായത് എമർജൻസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന വ്യക്തികൾക്ക് മാത്രം കൊടുത്താൽ മതി. സ്തോത്രം. നടന്നത് ഹാലിൽ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പം എന്റെ കൂട്ടുകാരന്റെ ഒരു കമ്പനി ഉള്ളതുകൊണ്ട് കൂട്ടുകാരനുണ്ടോ പറഞ്ഞു, നീ എന്തിനാ വീട്ടിൽ കുത്തിയിരിക്കുന്നത്, നീ ഇവിടെ വാ, നമുക്ക് ജോലിയൊക്കെ എവിടെയും തിരക്കാനായിട്ട് പേപ്പറുണ്ട്, നോക്കാം, ഫാക്സ് അയക്കാൻ പറ്റും എല്ലാം പറഞ്ഞ് ഞാൻ അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പൊ വിസ തീരായിട്ട് ജാനുവരി മാസം 10 തീരായപ്പോൾ എന്റെ ജ്യേഷ്ഠന് ഒരു ഷെയ്ക്ക് കമ്പനിയിലെ ജോലി ചെയ്യുന്നത്. പുള്ളി അവിടുത്തെ PRO കൊണ്ട് ഒരു 5-6 കമ്പനിയുടെ പേരിൽ കൊണ്ടുപോയി കൊടുത്തിട്ടും വിസ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞാന് എന്റെ കൂട്ടുകാരന്റെ അറബി വന്നപ്പോ എന്റെ കൂട്ടുകാരൻ ചെന്ന് അറബിയോട് പറഞ്ഞു, എന്റെ കൂട്ടുകാരനുണ്ട്, അവന് വിസ വേണം, വിസിറ്റ് വിസ, അതുകൊണ്ട് നോ പ്രോബ്ലം, പുള്ളി ഒപ്പിട്ട് തന്നു. അപ്പൊ ഇതുകൊണ്ട് നാളെ പോകാൻ പറഞ്ഞു. ഞാൻ ആ ചേട്ടന്റെ PRA ഇതും കൊടുത്തു വിട്ടു. അവിടെ ചെന്നപ്പോ അതും റിജക്റ്റ് ആയി പോകും. അങ്ങനെ ജാനുവരി മാസം 10 വിസ തീരുന്ന സാഹചര്യത്തിൽ 8 മുതൽ ഞാൻ ദൈവസന്നിധിയിൽ പോസ്റ്റ് കൊണ്ട് തീരുമാനിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒറ്റ കാര്യം, കർത്താവേ, അങ്ങാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ എന്നെ ഇവിടെ നിർത്തുക. അപ്പോ 100 രൂപ കൊടുത്താൽ ഓവർ സ്റ്റേ വേണേ നിൽക്കാം, ഒരൊറ്റ ദിവസം ഓവർ സ്റ്റേ കൊടുത്ത് എന്നെ ഇവിടെ നിർത്തരുത്. ഇതാ ഞാൻ ദൈവത്തോട് പറഞ്ഞു. 8 വൈകിട്ട് എന്റെ ജ്യേഷ്ഠൻ വന്നതിനോട് പറഞ്ഞു, മധുക്കുട്ടി, നിന്റെ വിസ കിട്ടാനായിട്ട് ഒരു സാഹചര്യമില്ല, ഒരു രീതിയിലും കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ നീ വിശ്വസിക്കുന്നതിന് ദൈവത്തെ കൊണ്ട് വല്ല നടന്നാലാകും. ഞാൻ പറഞ്ഞു, അച്ഛൻ അതിനകത്ത് ഭാരപ്പെടുകയും വേണ്ട, പ്രയാസപ്പെടുകയും വേണ്ട. അച്ഛൻ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, ഒറ്റ ദിവസം ഓവർ സ്റ്റേ കൂടെ തന്നെ ഇവിടെ നിർത്തിയേക്കണം. 2, ഞാൻ ഇങ്ങോട്ട് വന്ന ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ടിക്കറ്റിന് തിരുവനന്തപുരത്തേക്ക് എന്റെ ടിക്കറ്റ് ഒന്ന് ഓക്കെ ആക്കിയത്. അതിനോട് ചേർന്ന് ദോഹയിലെ എന്റെ വിസ പോയി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ദോഹയിലേക്കൂടെ ഒരു ടിക്കറ്റ് എടുത്തേക്കണേ. ചേട്ടൻ അതുപോലെ ചെയ്തു. ദോഹയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു, ട്രിവാൻഡ്രത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു. ദേവദാസനെ 9 ഒരു വൈകിട്ട് 5 മണിയായിരുന്നേ. ഈ അറബികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർമ്മയുള്ളവരല്ല. ഈ അറബി എന്റെ കൂട്ടുകാരനെ വിളിച്ച് ചോദിക്കുകയാണ്, നിന്റെ കൂട്ടുകാരന് വേണ്ടി എന്നോട് കുറെ നാൾ മുമ്പ്, ഒരു 2 ആഴ്ച മുമ്പ് ഒരു വിസയ്ക്ക് വേണ്ടി ചോദിച്ചിരുന്നല്ലോ, എന്തായി? ഞാൻ പറഞ്ഞു, അത് കിട്ടത്തില്ല, നടക്കത്തില്ല, അതുകൊണ്ട് നാളെ അവൻ പോകാനായിട്ടുള്ള തീരുമാനത്തിലാണ്. OIC എന്ന് പറഞ്ഞ് പുള്ളി താത്തു വെച്ചേച്ച്, അത് ഈ വലിയ ഈ നെറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ല, ഫാക്സില് ഒരു ലെറ്റർ ഇങ്ങോട്ട് അയച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ ഞാനൊന്ന് ഒപ്പിട്ട ഫോമുമായിട്ട് നീയും നിന്റെ കൂട്ടുകാരൻ നിങ്ങൾ 2 കൂടെ ഇമിഗ്രേഷൻ ചെന്ന് ഡയറക്ടറെ കാണും. അന്ന് വ്യാഴാഴ്ചയാണ്. ഇമിഗ്രേഷൻ 12 മണിയാകുമ്പോൾ അന്ന് ക്ലോസ് ചെയ്യും. അപ്പൊ ഒരു രീതിയിലും ആ 12 മണി വരെ ഉള്ളൂ ഇമിഗ്രേഷൻ, കാരണം വെള്ളിയാഴ്ച അവധി ആയതുകൊണ്ട് അന്ന് ഹാഫ് ഡേ. എന്നാൽ ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ രാവിലെ 7 മണിയായപ്പോൾ ഇമിഗ്രേഷൻ ചെന്നു. അന്ന് ഈ ഡയറക്ടർ വന്നിട്ടില്ല. ഞങ്ങൾ 2 പേരും വരും എന്നുള്ള ധാരണയിൽ അവിടെ കുത്തിയിരുന്നപ്പോൾ പുള്ളിയുടെ ഓഫീസ് പോയി ഒരു 10 മണിയായപ്പം, ഒരു 9:30 കഴിഞ്ഞ് 10 മണിക്ക് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എടുത്തു വന്നിരിച്ചു, സാറുമാരെ നിങ്ങൾ രാവിലെ ഇട്ടിരിക്കുക, അതിൽ എന്താ നമ്മൾ പറഞ്ഞ് സാറിനെ ഒന്ന് കാണുന്നു. ഇന്ന് വ്യാഴാഴ്ചയാ, ഇന്നിപ്പോ 12 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും, ഇനിയും അദ്ദേഹം വരുന്ന ഒരു പ്രശ്നമേ ഇല്ല, വരത്തില്ല
എന്ന് തീർത്തു പറഞ്ഞു. അപ്പൊ ഞാന് എന്റെ ദൈവത്തിന്റെ വിശ്വാസം ഞാൻ പറഞ്ഞു, അല്ല മോനെ സഹോദര, അല്ല മോനെ വരും, എന്നാ നിങ്ങൾ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി, തിരിച്ച് ഓഫീസിൽ കയറിപ്പോയി. 10:30 കഴിഞ്ഞോടനെ ഈ ഡയറക്ടർ ഈ ഓഫീസ് ബോയെ വിളിക്കുകയാണ്, ഞാൻ എയർപോർട്ട് ഇമിഗ്രേഷനിലാണ്, ഞാനൊരു 11 മണിയാകുമ്പം അവിടെ ഓഫീസിൽ വരുന്നുണ്ട്, നീ അവിടെ കാണും. സ്വത്രം. അവൻ ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു, സാറേ പോരുത് 11 മണിയാകുമ്പോൾ വരുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ആക്ച്വലി ഓഫീസ് ബോയെ വിളിച്ച് പറയേണ്ടതായ ഒരു കാര്യവുമില്ല, എന്നാല് ദൈവം അത് ചെയ്യിച്ചു എന്നുള്ളതാണ്. ഓടി വന്ന് പറഞ്ഞു, ഞങ്ങൾ 11 മണിയായപ്പോ, കറക്റ്റ് 11 മണിയായപ്പോ തന്നെ ഡയറക്ടർ അവിടെ വന്നു, ഞങ്ങൾ ഇത് കൊണ്ടു കൊടുത്തു. ഇന്നാലും നന്നായിച്ചാന്നു. അപ്പം എന്റെ കൂട്ടുകാരന്റെ അറബിയും ഈ പുള്ളി ഇവർ രണ്ടും ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം പോലീസിന്റെ BR ഡയറക്ടറാണ്. അപ്പൊ അങ്ങനെ അവര് തമ്മിൽ വളരെ ക്ലോസ് ആണ്. അപ്പൊ പുള്ളിയെ വിളിച്ച് ചോദിച്ചാൽ എനിക്ക് ആ ലെറ്റർ ഒന്ന് വന്നു. ഇന്നാല് നന്നായിച്ചോ ഇല്ലയോ എന്നും പറഞ്ഞു അപ്പൊ തന്നെ ഒപ്പിട്ട് താഴെ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. താഴെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു. അപ്പൊ നോർമൽ ഈസി ആയിട്ടാണ് കൊടുത്തത്. എനിക്കറിയത്തില്ലല്ലോ. ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് ഫ്രൈഡേ അവധി, സാറ്റർഡേ, മൺഡേയിലേക്കാണ് 4 ദിവസം കഴിഞ്ഞാണ് ആ വിസ കിട്ടാനുള്ള പേപ്പർ എൻ്റെ കയ്യിൽ തരുന്നത്. ഞാൻ വണ്ടടിച്ചു. ഞാൻ എൻ്റെ കൈയുടെ വെള്ളയിലോട്ട് ആ തുണ്ടു പേപ്പർ വെച്ചിട്ട്, കർത്താവേ, ഒറ്റ ദിവസം ഓവർസ്റ്റേ കൊടുത്ത് എന്നെ ഇവിടെ നിർത്തരുതെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞതാ. അപ്പൊ ഈ ഓവർസ്റ്റേയുടെ കാശ് ആര് കൊടുക്കും? ഈ 4 ദിവസം നിൽക്കും. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ തിരിച്ചു പോകും, അവിടെ ചെന്ന് കൗണ്ടറിൽ ചോദിച്ച് എമർജൻസി ആയിട്ട് വിസ കിട്ടാൻ വല്ലതും ഉണ്ടോ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 11:45 കഴിഞ്ഞു. എനിക്ക് ഈ പേപ്പർ തന്ന അറബി അവിടുന്ന് പോയി. ആ സമയത്ത് ഒരു മലയാളി ഓഫീസ് പോയി അതിലൂടെ ഇങ്ങനെ കണ്ണാടിയുടെ മേളിൽ കൂടി ഇങ്ങനെ കാണാം, തല മാത്രം കാണാം. ഞാൻ ഓടിച്ചെന്നോട്, മോനെ ഇന്ന് വിസ കിട്ടാനുള്ള വല്ല സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് സാറേ, ഒരു 100 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ആ പേപ്പർ അധികം തരാൻ പറഞ്ഞു. ഞാൻ അതും കൊടുത്തേച്ച് ഞങ്ങൾ തിരിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 60 രൂപ വിസയുടെ ചാർജും 100 രൂപ ഈ എക്സ്ട്രാ എമർജൻസിയുടെ കാശും കൊണ്ട് കൊടുക്കണം. ഞങ്ങൾ നോക്കുമ്പോൾ 150 രൂപ ഞങ്ങളുടെ എടുക്കാനില്ല. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാ. കാരണം ഞാൻ അപ്പോഴ് എന്ത് ചെയ്തു, ഉടൻ തന്നെ ഒരു ടാക്സി എടുത്ത് ചേട്ടായി എടുത്ത് പോയി ഈ പൈസയും വാങ്ങിച്ചുകൊണ്ട് വന്നു. തിരിച്ച് ഞാൻ വന്നപ്പോൾ 1:30 ആയി. എൻ്റെ കൂട്ടുകാരന് അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ പോയി പറഞ്ഞു, എൻ്റെ ഈ ഓഫീസ് ബോയോട് പറഞ്ഞു, എന്റെ പൈസ ദൈവത്തിൽ ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ. എന്താ സാറേ പറയുന്നത്, പകുതി ടൈപ്പിംഗ് കഴിഞ്ഞത്, പോയി ഓടിപ്പോയി എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയതാണ്. കൂട്ടുകാരൻ അപ്പൊ എവിടുന്നോ പൈസയൊക്കെ അറേഞ്ച്, വേറെ അവന്റെ കൂട്ടുകാരൻ്റെ കണ്ട് അവിടെ വെച്ച് പൈസ കിട്ടി. അവൻ കൊണ്ട് ഈ കൗണ്ടറിന്റെ അവിടെ ഈ പയ്യനെ നോക്കി ചെന്നപ്പോ അവിടെ ഒരു മനുഷ്യരോരും ഇല്ല, അവിടെ എല്ലാം ക്ലോസ്ഡാണ്. അപ്പൊ അവന് തിരിച്ചു പോരണമെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടേ പോരാൻ നിൽക്കും. അപ്പൊ ഞങ്ങള് അല്ലാതെ പോന്നു കഴിഞ്ഞാൽ ഞാൻ ചെല്ലാതെ അവന് പോരാഞ്ഞുകൊണ്ട് അവനവിടെ നിൽക്കുക. അപ്പൊ ഈ ഓഫീസ് പോയി ഒരു 1 മണിയൊക്കെ 12:30 ആയ ഉടനെ അവൻ തന്നെ ഈ 160 രൂപ പേ ചെയ്തിട്ട് വെളി വന്നിട്ട് എൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടുകാരൻ നിന്നിട്ട് പൈസയും കൊടുത്തിട്ട് ഇത് വാങ്ങിച്ചു. അപ്പൊ ഈ ഓഫീസ് പോയി പറഞ്ഞു, നിങ്ങള് വലിയ അത്യാവശ്യക്കാരാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന വെളി വന്ന് നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. അങ്ങനെ വിസ വാങ്ങിച്ചു. ഞാന് അന്ന് 5 മണിക്ക് ദോഹയ്ക്കുള്ള ഫ്ലൈറ്റില് ദോഹയ്ക്ക് പോയി. എൻ്റെ കയ്യിലുള്ളത് പാസ്പോർട്ടും ബൈബിളും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് രണ്ടും എടുത്തോണ്ട് നേരെ എയർപോർട്ടിൽ പോയി ജ്യേഷ്ഠനോട് പോലും പറയാതെ പോയി ദോഹയിൽ പോയി. 7 മണിയായപ്പോ ഞാൻ തിരിച്ചു വരുവാൻ കർത്താവിനെ സാധിച്ചു. നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമ്മൾ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞാൽ അത് ചെയ്തു തരുന്ന ദൈവമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ പോയി തിരിച്ചു വന്നു. പിന്നെ 1 ഇയർ ആയപ്പോഴ് എനിക്ക് നാട്ടിലോട്ട് വരണമെന്നുള്ളൊരു ചിന്ത വന്നു. അപ്പൊ വിസ അവിടെ ആ കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി തന്നു. അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുമ്പോഴ് എൻ്റെ വർക്ക് പെർമിറ്റ് എല്ലാം കിട്ടി. അത് കഴിഞ്ഞ് 1 വർഷം ആയപ്പോൾ എൻ്റെ ആ പഴയ ടിക്കറ്റ് 1 വർഷത്തെ ഉണ്ടല്ലോ, അതിന്റെ കാലാവധി തീരുന്നതിന് മുമ്പേ നാട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് ഞാൻ ചിന്തിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, വീട്ടിലോട്ട് വൈഫിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും വരരുത്,
അപ്പോൾ ഞാൻ പോയ സമയത്ത് ഈ ഫൈനാൻസും കാര്യങ്ങളെല്ലാം വളരെ അവതാളത്തിലായി, വളരെ മോശമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോയി കഴിഞ്ഞപ്പോൾ പലരും കേസ് കൊടുത്തു. അതിൽ കേസ് കൊടുത്തതിൽ ഒരു വ്യക്തിയാണ് എൻ്റെ പാപ്പന്റെ മോൻ തന്നെയാണ്. അവന് ഞാൻ എഴുതിയടാ, നിന്റെ കാശ് 5 പൈസ പോലും പോകത്തില്ല, ഞാൻ തന്നോളാം, ആര് തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം. അതേസമയം വേറെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ മാത്തുക്കുട്ടിക്ക് വേണ്ടി കേസ് കൊടുക്കത്തില്ല. ഞാൻ അവർക്കും എഴുതിയപ്പോൾ അവര് അത് അക്സെപ്റ്റ് ചെയ്തു. എന്നാൽ ഇവൻ കേസ് കൊടുത്തു. അത് ക്രൈംബ്രാഞ്ചിനും എല്ലാം കൊടുത്തതിന് പേരിൽ എൻ്റെ വൈഫ് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ തൊക്കെ ഇടയായിട്ട്, വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. സ്തോത്രം. എന്നാല് ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി. എൻ്റെ വീട് വെച്ചിട്ടില്ല. എനിക്കുള്ള ആ വസ്തുവില് ഒന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ചു. ഇങ്ങനെല്ലാം പോയി. ഇപ്പൊ ചേട്ടന് മുൻവശത്തൊരു കടയുണ്ട്, നമ്മുടെ അല്ല, വേറെ പബ്ലിക് ലൈബ്രറിയാ, അവിടെയും കൊണ്ടൊരു നോട്ടീസ് ഒട്ടിച്ചു പോയി. അപ്പോൾ ജ്യേഷ്ഠന് അറിഞ്ഞുകൊണ്ട് വന്ന് ഈ നോട്ടീസ് കീറി കളഞ്ഞു. പിന്നെ ഒരു വക്കീലിനെ കണ്ടു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. വക്കീലിനെ കാണാനായിട്ട് ഇവിടെ നമ്മുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരന് എനിക്ക് വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അങ്ങനെ വരരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരും, എന്താ വന്നാലും ഞാൻ വരും, എൻ്റെ ദൈവം അനുവദിച്ചാൽ ഞാൻ വരും എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഭയങ്കരമായ പ്രഷർ, ഒരു കാരണവശാലും വരുന്നതിനെ കോഫോസിൽ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ പേപ്പറുകളും റെഡിയാക്കി വെച്ചേക്കുക എന്നെല്ലാം. ഓക്കെ, ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ ദൈവം അനുവദിച്ചാൽ ഞാൻ വരും. അങ്ങനെ മുന്നോട്ട് പോയി. വരുന്നതിന്റെ 2-3 ദിവസം മുമ്പ് എൻ്റെ പാസ്പോർട്ട് നോക്കിയപ്പോൾ പാസ്പോർട്ടിനകത്ത് വിസ അടിച്ചിട്ടില്ല. അറബി അങ്ങ് മറന്നുപോയി എൻ്റെ വിസ അടിക്കാൻ. ദൈവം അത് മറപ്പിച്ചിട്ടതുകൊണ്ട് എനിക്ക് പാസ്പോർട്ടില്ലാതെ വരാനൊക്കത്തില്ലല്ലോ. അങ്ങനെ ആ വരവ് ക്യാൻസലായി. പിന്നെ പാസ്പോർട്ട് വിസ കൊണ്ടുപോയി അടിച്ചു തരികയും എല്ലാം ചെയ്തു. കാര്യങ്ങളെല്ലാം പിന്നെ ക്രമീകരിക്കപ്പെട്ടു. അങ്ങനെ 6 വർഷത്തോളം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അവിടെ എനിക്ക് ജോലി ചെയ്യാറുള്ളത്, ഞാൻ പ്രിന്റിംഗ് ഫീൽഡിലാണ് ഉള്ളത്. ഞാൻ അഡ്മിനിസ്ട്രേഷനും പ്രൊഡക്ഷൻ സൈഡും എല്ലാം നോക്കി ഇങ്ങനെ മുന്നോട്ട് പോയി, അക്കൗണ്ട്സ് നോക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം പ്രാർത്ഥിക്കാൻ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്കൂർ ലീഷർ ടൈം ഉണ്ട്. ആ സമയങ്ങളിലെല്ലാം ഞാൻ ബൈബിളുമായിട്ടാണ് കടന്നു പോകുന്നത്. ബൈബിളുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് സ്ഥാപനത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. ഈ സമയങ്ങളിൽ സ്ഥാപനം വളരെ മോശമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുവാനും നല്ല നിലയിൽ പോകാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരന് എന്നെ അവിടെ എന്നെ ഏൽപ്പിച്ച് അവൻ നാട്ടിലേക്ക് പോരും. ഇവിടെ വന്നൊരു 3-4 മാസം നിൽക്കും. ഇവിടെ വന്ന വസ്തുക്കളും അതും ഇതും എല്ലാം വാങ്ങിച്ചു കൂട്ടുക. അപ്പൊ അവിടുന്ന് ഞാൻ ആ പൈസ അയച്ചു കൊടുക്കും. എന്നോട് പറയും ഇത്ര രൂപ വേണമെന്ന്, ഇത് അയച്ചു കൊടുക്കും. അപ്പൊ എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പോയി. അങ്ങനെ ഇവൻ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോ 6 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു കമ്പനിക്കാരൻ വിളിച്ചു. അതിടാ ഒന്ന് വരാമോ, ഇവിടെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല. അത് സാരമില്ല, ആള് വന്നിട്ട് വന്നാൽ മതി, എന്നാലും നമ്മളൊന്ന് കാണാനായിട്ട് ഒരു സാഹചര്യം ഒരുക്കാം. ഞാൻ പോയി. പുള്ളി എനിക്ക് ഇന്റർവ്യൂ എന്നുള്ള രീതിയിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴ് പുള്ളി ഒരു മുസ്ലിമാ, പുള്ളി അമേരിക്കയിലൊക്കെ പഠിച്ച വ്യക്തിയാ. പുള്ളി എന്നോട് ചോദിച്ചത്, എന്താ ഈ ബാപ്റ്റിസം, എന്താ നിങ്ങൾ ഈ സ്നാനം എന്ന് ഈ പറയുന്നത്? അപ്പൊ ഞാൻ വ്യക്തമായിട്ട് ആ ദേവദാസനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. സ്തോത്രം. എന്നാൽ ഈ 6 വർഷത്തിനിടയിൽ വേറൊരു സംഭവങ്ങൾ ഉണ്ടായി. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ടതാ ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അവിടെ സുവിശേഷം പറയാൻ പോകുമായിരുന്നു. അങ്ങനെ സുവിശേഷം പറയാൻ പോയി ഒരു ദിവസം വൈകിട്ട് ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. നേരത്തെ ഒരു അറ്റാക്ക് ഉണ്ടായി, ഇത് 2ാമത്തെ അറ്റാക്കാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ICUലാണ് എന്ന് പറഞ്ഞു. എനിക്ക് അന്ന് വന്ന് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പോകാൻ തുടങ്ങിയിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടിട്ട് ഈ വ്യക്തിയോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ICUയിൽ കിടക്കുകയാണ്, മോണിറ്ററിങ് എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ്, എല്ലാം അബ്നോർമലായിട്ട് പോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്റെ ദൈവത്തിന് വേണ്ടി ജീവിച്ചോളാമെന്ന് തീരുമാനിക്കാൻ കഴിയുമോ കൊച്ചുമോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാവാൻ കിടക്കുന്നു. അയ്യോ, എന്റെ ദൈവത്തിന് വേണ്ടി തന്നെ ജീവിച്ചോളാമെന്ന്
തീരുമാനം അവൻ എടുക്കും എന്തൊക്കെ തീരുമാനമെടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു, അവന് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുക എന്തൊക്കെ. ഞാൻ വെളിയിൽ ഇറങ്ങി അവന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, കൊച്ചുമോന് അറ്റാക്ക് ആയിട്ടൊന്നും അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവന് പൂർണ്ണ സൗഖ്യമായി. 7 മണി ആയ ഉടനെ റൗണ്ട്സും ഡോക്ടേഴ്സ് എല്ലാം വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മോണിറ്റേഴ്സ് വെച്ചേക്കുന്ന മോണിറ്റർ എല്ലാം നോർമൽ. ഇതെന്ത് സംഭവിച്ചു എന്ന് അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് പുള്ളി പറയാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയ ആ ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും അല്ല, ഇത് അറ്റാക്ക് അല്ലായിരുന്നു, ഇത് വേറെ എന്തോ സംഭവമായിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ വാർഡിലേക്ക് മാറ്റി നാളെ ആൻജിയോഗ്രാമും എന്തും ഇതും എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നോർമൽ. പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോരും എന്തൊക്കെ റെഡിയായി. എന്നാല് ഈ അദ്ദേഹം ഒരു 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 ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജറായിരുന്നു. പുള്ളിക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഞാൻ സാമ്പത്തികമായിട്ട് വളരെ മോശമായിട്ട് ഒരു ചെറിയ സാലറിയിലാണ് കഴിഞ്ഞു കൂടുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ വൈഫിനെയും പിള്ളേരെയും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായി. അങ്ങനെ 1985 മോൻ 4ാം ക്ലാസ്സിലും മോള് രണ്ടാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ദുബൈയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അപ്പൊ എൻ്റെ പാപ്പന്റെ മോന് മേഴ്സി എങ്ങനെയാ പോകുന്നതിൽ നിന്ന് കാണണമെന്നെല്ലാം പറഞ്ഞ് ദേശക്കാർ വരെയും പറഞ്ഞേക്കുന്നത്, മാത്തുക്കുറിച്ച ഇനി ഈ തുമ്പോൺ ദേശം കാണാൻ പോകുന്നില്ല, ഇങ്ങനെല്ലാം പ്രഡിക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് മേഴ്സി എങ്ങനെ പോരും എന്നുള്ള ചിന്തയാണ്. അപ്പം മേഴ്സിക്ക് ഇത് ആരോടും പറയാനൊക്കത്തില്ല, ഇങ്ങനെ ഒരു വിസ വന്ന് ഞാൻ പോകാനുള്ളത്. പിള്ളേരോട് പോലും പറയാനൊക്കാത്തൊരു സാഹചര്യം. അമ്മച്ചിയോട് പറഞ്ഞാൽ അമ്മച്ചി ഉടനെ പുറത്താക്കും. അതുകൊണ്ട് അമ്മയോട് പോലും പറഞ്ഞില്ല, അങ്ങനെ ആരോടും പറഞ്ഞില്ല. അപ്പം ഈ ചർച്ചിലെ സ്കൂളിലെ ടീച്ചർ എന്നോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നേരത്തെ തന്നെ ഈ പോകുന്നതിന്റെ ദിവസത്തിന്റെ നേരത്തെ 3-4 ദിവസം തൊട്ടേ കുറേശ്ശെയായിട്ട് സാധനങ്ങൾ പെട്ടി അങ്ങ് കൊണ്ടുപോയി അവിടെ വെച്ചു. സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുകയായിരുന്നു. അപ്പോൾ വണ്ടി പോലും തുമ്പോണത് വിളിക്കാനുള്ള പേടി മൂലം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു സഹോദരനാ, പുള്ളി പത്തനംതിട്ടക്കാരനാ, പുള്ളിയുടെ വൈഫ് അവിടെ പത്തനംതിട്ടയിലുണ്ട്. അപ്പോ പുള്ളിക്കാരിയെ വിളിച്ചു പറഞ്ഞു, അവിടുന്ന് ഒരു ടാക്സി തുമ്പോണ് വന്ന് എൻ്റെ വൈഫിനെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്ന് ഇവിടേക്ക് വരുവനന്തപുരം ഇടയായിച്ചു. 1994 അവിടെ വരികയും 2 വർഷക്കാലം അവിടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 6 പഴയ കമ്പനിയിലെ ജോലി നടക്കുന്നുള്ളപ്പോൾ തന്നെയാണ്. അങ്ങനെ പുതിയ കമ്പനി എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ വരാതെ എനിക്ക് വരാനൊക്കത്തില്ല, എന്ന് എപ്പോഴാന്ന് വെച്ചാൽ വന്നാൽ മതി, മറ്റേ സൗകര്യം പോലെ ചെയ്തു എന്ന് എന്നോട് ആ ഓണേഴ്സ് പറയാൻ കൊണ്ടിരിക്കും. ഇപ്പം 1 മാസം കഴിഞ്ഞപ്പോൾ വന്നു. അന്നപ്പോ ഞാൻ ചെന്ന് പറഞ്ഞാ, എനിക്കിങ്ങനെ വേറൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, എന്നെ അങ്ങോട്ട് പോകാനായിട്ട് അനുവദിക്കണമല്ലോ. അപ്പോൾ അവന്റെ വിസ ആകുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും പോകാനൊക്കത്തില്ല. അപ്പൊ ആ സമയം എന്ന് പറഞ്ഞാൽ വിസ ചേഞ്ച് ചെയ്യുന്നതിന് വളരെ പ്രോബ്ലം ഉള്ള ഒരു സാഹചര്യം കാലഘട്ടം. കാരണം ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നോ എൻട്രി അടിക്കത്തില്ല, ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ നോ എൻട്രി അടിക്കും. അപ്പോ അവനോട് പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഒരു രീതിയിലും സമ്മതിക്കത്തില്ല, വിടത്തില്ല. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ജോലി തിരഞ്ഞ് നടക്കുകയായിരുന്നു എന്നുള്ള ഒരു ഡയലോഗാണ് പറഞ്ഞത്. മുന്നോട്ട് പോയി കാര്യങ്ങൾ നീങ്ങി എങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച് അങ്ങനെ ഏതാണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞ, എന്തോ പറയും, നീ ഒന്നും പറയാതെ ഇരിക്കുന്നു, എന്നാ നീ പോ എന്നുള്ള ഒരു വേട് കിട്ടി. ഞാൻ പറയണ, ഞാൻ വന്ന് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അക്കൗണ്ട്സ് ഒക്കെ ഞാൻ വേണേ ഒന്നുകൂടെ നോക്കിക്കോളാം എന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴിഞ്ഞ് അപ്പോ എന്റെ വിസ ക്യാൻസൽ ചെയ്യുന്നതിന് വന്നപ്പോ ഞാൻ എന്റെ കൂട്ടുകാരന്റെ അറബിയോട് തന്നെ പറഞ്ഞു, നീ പുതിയ കമ്പനിയിലേക്ക് കയറുന്ന ആ കമ്പനിക്കാരോട് പറഞ്ഞു നിനക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ. വിസ അപ്ലൈ ചെയ്ത് വിസ ഉണ്ടെങ്കിൽ ആ വിസ അപ്ലൈ ചെയ്ത് നിനക്ക് ഓക്കെ ആയി കഴിഞ്ഞാല് ഇത് ഇമിഗ്രേഷനിൽ കൊണ്ടുപോയി ഞാൻ ക്യാൻസൽ ചെയ്ത് തരാമല്ലോ. അപ്പൊ പുതിയ കമ്പനിക്കാരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ കയ്യില്? ഞാൻ പറഞ്ഞു, എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, എനിക്കുള്ള സർട്ടിഫിക്കറ്റിലേ ഉള്ളൂ. ഞങ്ങൾ എന്നാല് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കട്ടെ മാച്ചേട്ടിന് വേണ്ടി, കാരണം എന്നെ വെക്കുന്ന മാനേജർ പോസ്റ്റിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള ഒരു പോസ്റ്റ് വേണ്ട,
എനിക്ക് അങ്ങനെ കള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാക്കി എനിക്ക് ജോലി ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കുള്ള ഈ സർട്ടിഫിക്കറ്റിൽ എനിക്ക് ഏത് ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് വെക്കാനോ ആ ഡെസിഗ്നേഷൻ വെച്ചാൽ മതി. അല്ലാതെ എനിക്ക് പോസ്റ്റ് അല്ല എനിക്ക് വിഷയം, എന്റെ ദൈവമാണ് എനിക്ക് വിഷയം. അവർ ആ രീതി ചെയ്താണ് എനിക്ക് വിസ ക്രമീകരിച്ചത്. എന്നാല് എന്റെ ആ കൂട്ടുകാരന്റെ അറബി, അപ്പൊ ഞാൻ പുതിയതായിട്ട് കയറിയ കമ്പനിയിലെ അറബി ലേബർ ഓഫീസറാണ്. അപ്പൊ പുള്ളി പറഞ്ഞു ഇതെല്ലാം ശരിയായി കഴിഞ്ഞ് പേപ്പറെല്ലാം ശരിയായിക്കൊണ്ട് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. പിന്നെ PR-ഓടെ ഞാൻ പറഞ്ഞു ഞങ്ങൾ അവിടുത്തെ അറബി ചെയ്തു തരാമെന്നുണ്ട്. എന്നാ ചെയ്തോട്ടെന്ന് പറഞ്ഞു. ഈ പഴയ അറബി ഇത് ചെയ്യാതെ ഒരു 3 മാസക്കാലം ഈ വിസ കിട്ടിയ വിസ വെച്ചോണ്ടിരുന്നു. അപ്പം പുതിയ അറബിയോട് ചെന്ന് നമ്മുടെ PR-ഒ പറഞ്ഞു അത് പുള്ളിക്കാരൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് പേപ്പർ അങ്ങോട്ട് വന്നു. ഞാനും ചെയ്തില്ല, കാരണം ഞാൻ അന്ന് പറഞ്ഞാ തരാൻ തന്നില്ലല്ലോ, അതുകൊണ്ട് എന്നെ കൊണ്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പുള്ളി അത് മാറ്റി തിരിച്ചും കൊടുത്തു. എന്താ ചെയ്യുന്നത്? ഞാൻ വളരെ ഭാരത്തിലായി. പ്രാർത്ഥനയോടുകൂടി ദിവസം ചെയ്യുന്നു. അപ്പോഴേ എന്റെ കൂട്ടുകാരനെ എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. ഞാൻ കേസ് കൊടുക്കാൻ പോവാണ്, മറ്റേതാണ്, എനിക്ക് വേറെ വിസ എടുക്കണം, നിന്റെ വിസ ക്യാൻസൽ ചെയ്യാതെ ഒക്കത്തില്ല, മറ്റേ മാത്രം. അപ്പൊ ഞാൻ ആ കമ്പനിയിലെ അറബിയെ വിളിക്കുമ്പോൾ പറയും ഞാൻ അറിയാതെ ഒന്നും അവന് ചെയ്യാനൊക്കത്തില്ല, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ടെൻഷൻ ഒന്നും എടുക്കണ്ട, നീ എളുപ്പം തന്നെ ആ വിസ അങ്ങ് മാറ്റാൻ നോക്കുന്നു പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പുതിയ കമ്പനിയിലെ അറബി ഒരു വെക്കേഷന് കുറെ നാളത്തേക്ക് അവിടെ ചൂട് കൂടുന്നുണ്ട്, ഇവരിങ്ങനെ അമേരിക്ക ഒക്കെ ആയിട്ട് പോകും. അങ്ങനെ പോയേക്കാണ്. അപ്പൊ തിരക്കിയപ്പോ ഇയാളില്ല, ഇനിയിപ്പം 2 മാസത്തേക്ക് ഒന്നും നടക്കത്തില്ല. അങ്ങനെ മുന്നോട്ട് പോയി വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഒരു സഹോദരന് ഉണ്ട്, നമ്മുടെ മേൽപ്പാടത്തുള്ളതാണ്. പുള്ളി എന്നോട് പറഞ്ഞു മാത്തുക്കുട്ടി പറയായി, ഞാൻ മാത്തുക്കുട്ടി വരാൻ വേണ്ടി ഒരാഴ്ച ഉപസിക്കാൻ പോവാണ്, അതുകൊണ്ട് മാത്തുക്കുട്ടി എന്നോട് കൂടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂടാം, പക്ഷെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ കൂടത്തില്ല. കാരണം ഞാൻ ദൈവത്തോട് ഒരു തീരുമാനം എടുത്തിട്ടുള്ളതാണ്, ഇനി ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഴയ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. ടെസ്റ്റിന് വേണ്ടി പോയി, റോഡ് ടെസ്റ്റിലായി. 2 ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ തോറ്റു. 2 ടെസ്റ്റ് കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഭാരമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവേ, എന്റെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ ലൈഫിന് ഇത് ആവശ്യമാണെന്ന് അപ്പച്ചന് തോന്നിയാൽ എനിക്ക് ലൈസൻസ് അടുത്ത പ്രാവശ്യം എനിക്ക് തന്നേ മതിയാണ്. പക്ഷെ വാഹനം ഞാൻ നിന്നോട് ചോദിക്കുകയില്ല, അത് അപ്പച്ചന്റെ ഇത് മാത്രം മതി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 3ാമത്തെ ടെസ്റ്റിന് പോയി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് പാസ്സായി തിരുവനന്തപുരം ഇടയായി. അതിനുശേഷം ഞാൻ 5 വർഷം വാഹനമില്ലാതെ നടന്നു പോകുമ്പോൾ പലപ്പോഴും ഒരു പഴയ വണ്ടിയെങ്കിലും എടുത്ത് ഓടിക്കാൻ ദൈവമേ ഇടയാക്കുമോ എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാല് സ്വർഗത്തിലെ ദൈവം ചെയ്തത്, ഞാൻ ഈ പുതിയ കമ്പനി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്നോട് പറഞ്ഞു ഷോറൂമിൽ പോയി വണ്ടി എടുത്തോളാം. പുതിയ വണ്ടി തരുമെന്ന് പറഞ്ഞെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞു നീ തന്നെ പോയി ഷോറൂമിൽ പോയി വണ്ടി എടുക്കാം. ദൈവം ഞാൻ തന്നെ ഷോറൂമിൽ പോയി ഒരു സ്റ്റേഷൻ വാഹനം വണ്ടി എടുത്തോണ്ട് വരാൻ. അങ്ങനെ മുന്നോട്ട് പോയി കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബിസിനസ് പറഞ്ഞാൽ വളരെ മോശം. സാലറി തന്നെ 10-23,000 രൂപ വേണം. ഒന്നും ഇതില്ലാത്ത ഒരു മാസത്തെ വരുമാനം അവിടെ 5,000 ബാക്കി എല്ലാം കൂടെ നല്ല ഒരു 50,000 എക്സ്പെൻസ് വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഈ 5,000 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഞാൻ സെയിൽസ് എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല, സെയിൽസിന് ഞാൻ പോയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നറിയാതെ ഞാൻ വളരെ ഭാരപ്പെട്ടെങ്കിൽ ബിസിനസ് കാർഡൊക്കെ അടിച്ച് വലിയ കാര്യത്തെ നല്ല ബോഷ് ഏറിയ വലിയ കമ്പനികളുള്ള ബോഷ് ഏറിയായി പോയി. അപ്പോഴേ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഞാൻ നേരത്തെ അഡ്മിനിസ്ട്രേഷനും ഫൈനാൻസും ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ടിരുന്നതാണ്. അപ്പം പോയി അപ്രോച്ച് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ കാർഡ് കൊണ്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഒരു 2-3 കമ്പനിക്കാര് ഈ നാട്ടിൽ ചില ഭിക്ഷക്കാർ വരുമ്പോൾ പറയുന്നതായ വേർഡ് പറയാൻ കഴിയും. കാരണം ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ എനിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോഴ് ഞാൻ തിരിച്ച് വണ്ടിയെ വന്നിരുന്നിട്ട്
എന്റെ ബിസിനസ് കാർഡിൽ ഒരെണ്ണം എടുത്ത് കയ്യിലോട്ട് വെച്ചിട്ട്, കർത്താവേ, നീ എന്നെ ഈ സ്ഥാപനത്തിലാക്കിയെങ്കിൽ എനിക്ക് വേണ്ടി വഴി തുറക്കണം. ഇന്നു മുതൽ ഈ കാർഡും പിടിച്ച് പണി ചോദിച്ച് ഒരു കമ്പനിയിലും ഞാൻ പോവുകയില്ല. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം. ഞാൻ ഓഫീസിൽ വന്നിരുന്നു. അത്ര വിശ്വാസത്തോടു കൂടിയാ പറഞ്ഞു, ഇത് കട്ടായിട്ട് പറഞ്ഞതാണ്. ഓഫീസിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ദേവാത്മാ 2-3 ദിവസം ഉപസിക്കാനായിട്ട്. അപ്പൊ ആ ഓഫീസില് എനിക്ക് മേളിലായിട്ട് ആരുമില്ല. ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ ആള്. ഇപ്പൊ എനിക്കൊരു സെപ്പറേറ്റ് മുറിയുണ്ട്. ഇതെല്ലാം ആയപ്പോ എനിക്ക് അവിടെ കുത്തിയിരുന്നു പ്രാർത്ഥിക്കാനുള്ള നല്ല സാഹചര്യമാണ്. 3 ദിവസം ഉപസിക്കാൻ പറഞ്ഞു. ഞാൻ ജോലിയുള്ള വിധത്തില് ഉപസിച്ചുകൊണ്ടിരുന്നു. അപ്പം ഫോൺ എടുക്കാൻ റിസപ്ഷൻ ആളുണ്ട്. അപ്പൊ എനിക്ക് ഫോൺ വരത്തില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഞാൻ അവിടെ ഇരുന്ന് 3 ദിവസം പ്രാർത്ഥിച്ചു. ഒരു ചലനം ഉണ്ടായില്ല. എന്നാൽ 4-ാം ദിവസം ഞാൻ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 11 മണിയായിട്ട് ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ നിന്ന് വിളിച്ചു. കുറച്ച് പണിയുണ്ട്, ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. എങ്ങനെ എവിടുന്ന് നമ്പർ കിട്ടിയെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ആ സെയിം ഡേയില് 4 കമ്പനിക്കാരെന്നെ വിളിച്ച് ആ 4 കമ്പനിയിൽ നിന്നും പണി കിട്ടും എന്തൊക്കെയൊന്നും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. നമ്മുടെ ദൈവം ആരാണ്? ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി സഹായകരങ്ങളെ നീട്ടി നമ്മെ നടത്തുന്ന ഒരു ദൈവമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പും ധൈര്യവും പ്രാപിപ്പാൻ എന്തൊക്കെ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി കാര്യങ്ങളൊക്കെ നീങ്ങി. ബിസിനസ് ഒക്കെ ഇമ്പ്രൂവ് ആയി. പിന്നെ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഒരു സെയിൽസ്മാനെ വെച്ചു. ആ സെയിൽസ്മാൻ ഒരു യൂസ്ലെസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഈ പ്രോഫിറ്റ് അങ്ങോട്ട് ശരിക്കും കിട്ടാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, അതിനാ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, ഞങ്ങൾ ക്ലോസ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. മാത്യയുടെ അഭിപ്രായം എന്തോ? ഞാൻ പറഞ്ഞു ക്ലോസ് ചെയ്യാന്ന്. ക്ലോസ് ചെയ്തു. മാത്യയുടെ വേണേ കമ്പനി എടുത്ത് നടത്തിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും വലിയൊരു സ്ഥാപനം എടുത്ത് നടത്താനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞപ്പോൾ അവര് കമ്പനി ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ എനിക്ക് ഈ ബിസിനസിൻ്റെതാകുന്ന കംപ്ലീറ്റ് ബിസിനസ്സും ഞാൻ പോയി പിടിച്ചതായ ബിസിനസ് ആയതുകൊണ്ട് ഇവര് കമ്പനി ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വെച്ച ഡിമാൻഡ്, വണ്ടി മാധ്യമത്തിൽ ഇരിക്കട്ടെ. അപ്പൊ എനിക്ക് 1.5 ലക്ഷം രൂപ കിട്ടാനുണ്ട്, അത് വാങ്ങിക്കണം. വണ്ടി മാധ്യമത്തിൽ ഇരിക്കട്ടെ, വിസ ചേഞ്ച് ചെയ്യത്തില്ല എന്ന് മാധ്യമം പറയുന്നു. അന്നേ വിസ മാറ്റൂ. പിന്നെ കാറും ഇതിന്റെ പെട്രോള് മാത്രം തരും, സാലറി തരത്തില്ല. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തുവാന്ന് ചെയ്ത് എല്ലാത്തിനും ഞാൻ ബില്ല്. ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. എനിക്ക് വന്ന ബിസിനസ് മുഴുവനെ ആ കമ്പനി ക്ലോസ് ആയി കഴിഞ്ഞപ്പോൾ എന്റെ ഫോണ് എല്ലാവർക്കും കൊടുത്തതുകൊണ്ട് എന്റെ ഫോണിൽ എന്നെ ഡയറക്റ്റ് വിളിക്കും. ആ ഫോണിൽ വിളിച്ച് പണികളെടുത്ത് അപ്പൊ ഞാൻ വെളിയിൽ കൊടുത്ത് ഈ പണികളൊക്കെ ചെയ്യിക്കാൻ തുടങ്ങും. പ്രിന്റിംഗ് പ്രസ്സിലും സ്ക്രീൻ പ്രിന്റിങ്ങിന്റെയും ഇങ്ങനെയെല്ലാം. അപ്പൊ ഈ സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ ആയിരുന്നു ഈ കൂടുതലായിട്ട് പണി ഉണ്ടായിരുന്നത്. അപ്പൊ ഈ സ്ക്രീൻ പ്രിന്റിംഗ് യൂണിറ്റ് ഉള്ള ഒരു സൗകര്യം ഒരു പയ്യനെ കൊടുവണ്ണുള്ള ഒരു പയ്യൻ അവന്റെ സ്ഥാപനത്തിൽ ചോദിച്ചു എന്റെ കുറച്ച് പണികളുണ്ടോ ചെയ്തു തരാം. അവനപ്പോ പണിയില്ലാതെ ഒത്തിയിരുന്നപ്പോ എന്ത് പണി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവനപ്പം ഞാൻ എന്റെ പണി കിട്ടിയതിന് ശേഷം വളരെ ഇമ്പ്രൂവ് ആയി, വളരെ നല്ലതായി കാര്യങ്ങൾ തോന്നും. അപ്പൊ അവനോട് അച്ഛന്റെ വിസ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനിയിലെ വിസയിലോട്ട് അങ്ങ് എടുത്തു. അപ്പൊ അഡ്വാൻറ്റേജ് ആ കമ്പനിയുടെ പേര്. അപ്പൊ ഞാൻ പറഞ്ഞു വിസ ഒന്നും വേണ്ട, പക്ഷെ നിന്റെ ഇൻവോയ്സ് ബില്ല് കൊടുക്കാനായിട്ട് നീ എനിക്കൊന്ന് സഹായിക്കുന്നത്. അയ്യോ അതിനെന്താ സാരമില്ലെന്ന് ഞാൻ അവന്റെ ബില്ല് അഡ്വാൻറ്റേജിനുള്ള ബില്ല് മറ്റേ കമ്പനിയുടെ മാറ്റി ഈ ബില്ല് കൊടുത്തു. പണികൾ മുന്നോട്ട് പോയി. അവരുടെ കാശ് ഒരു 6 മാസം കൊണ്ട് ഈ 50,000 രൂപ കിട്ടി. 1.5 ലക്ഷം രൂപ കിട്ടി. അതെല്ലാം ഞാൻ കൊണ്ട് കൊടുത്തു. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വണ്ടി തിരിച്ചു തരാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മുടെ നോ പ്രോബ്ലം തരാമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി കൊടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ ഒരു സെറ്റിലായി. കാരണം പൈസയ്ക്ക് എന്റെ കയ്യിൽ പൈസ, മറ്റേ സാലറി ഉള്ളായിരുന്നല്ലോ, ഇപ്പൊ എന്റെ സ്വന്തമായുള്ള ഇതായപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ പൈസ അന്ന് തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുക്കാൻ എന്തൊക്കെണ്ണം ഇടയായിച്ചു. വണ്ടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ചർച്ചിലെ മെമ്പറിനോട് പറഞ്ഞു, പുള്ളിക്ക് സ്വന്തം കമ്പനിയുള്ളതാണ്, എനിക്കൊരു വണ്ടി എടുത്തു തരണം, ഞാൻ പൈസ അടച്ചോളാം. പുള്ളിയുടെ പേരില് ഒരു വണ്ടി എടുത്തു. അതും ഒരു പുതിയ വണ്ടി തന്നെ പോയി ഷോറൂമിൽ പോയി എടുത്തുകൊണ്ട് വരാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. 1 വർഷമായി കഴിഞ്ഞപ്പോൾ പിന്നെ നീണ്ടുപോയി. പിന്നെ
2003 എൻ്റെ മോടെ കല്യാണം നടക്കുന്നു. 2005 മോന്റെ കല്യാണം നടക്കുന്നു. അപ്പൊ ഞാനും എൻ്റെ വൈഫും നേരത്തെ ഒരു തീരുമാനം ദൈവസന്നിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർത്താവ് 1,00,000 രൂപയൊക്കെ ഞങ്ങളെ കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ ഈ നാട്ടിൽ പോയിക്കോളാം, ഞങ്ങൾക്ക് അതിൽ കൂടുതലൊന്നും ആഗ്രഹമില്ല. ഒരു ചെറിയ തുകയേ ഉള്ളൂ, ചെറിയ. എന്നാൽ സ്വർഗത്തിലെ ദൈവം 2007 എൻ്റെ വിസയുടെ കാലാവധി 3 വർഷം കഴിയും. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് അപ്പൊ ഞാനൊരു അറിവിയെ കണ്ട് സ്വന്തമായിട്ട് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കമ്പനിയുടെ പേരും ഈ സെയിം അഡ്വാൻറ്റേജ് തന്നെ കിട്ടി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2007 ഞാൻ ദൈവസന്നിധി പറഞ്ഞു, കർത്താവ് ഞാൻ പോകാനായിട്ട് അങ്ങ് അനുവദിക്കണം. കർത്താവ് നോ പറഞ്ഞു. വേറെ ദൈവദാസന്മാർ കൂടിയും നീ പോകാനുള്ള സമയം ആയിട്ടില്ല എന്ന് പറയാൻ തൊട്ടു. അപ്പം കുഞ്ഞുങ്ങളുടെ എല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി മാന്യമായിട്ട് എനിക്ക് പോകാമല്ലോ എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നാൽ 2007 അങ്ങ് നോ പറഞ്ഞു. 2010 അടുത്ത ഇത് വന്നപ്പോഴ് ചോദിച്ചപ്പോൾ നോ പറഞ്ഞു. എന്നാല് 2011 കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട് നല്ല ബിസിനസ് നടന്നിട്ടുണ്ട്. ഞാൻ വേറെ സെയിൽസ്മാനെ വെച്ചിട്ടുണ്ട്. അവർ ആ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം ചെക്ക് കളക്ഷൻ എല്ലാം ഞാൻ അങ്ങനെ ഓഫീസിൽ നിന്ന് പോകാറില്ല. മിക്കവാറും കൂടുതലും ഓഫീസിൽ തന്നെ ആയിരിക്കും. കമ്പ്യൂട്ടർ നോക്കി വരുന്ന ബിസിനസ്സുകൾ ഉള്ളത് പറയും. ഇവനെ ഈ സെയിൽസ്മാനെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും, എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ. അങ്ങനെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. 2011 ആയപ്പോൾ ദൈവാത്മാവ് 12 ആയപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, പോകാനുള്ളതായ സമയങ്ങളായി, പോകാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ നേരത്തെ 2000 എനിക്ക് ദുബൈയില് ഒരു ദൈവദർശനത്താല് ഞങ്ങൾക്കൊരു മാസികയുടേതാകുന്ന പ്രവർത്തനം ഉണ്ടായിരുന്നു, വിസ എന്ന പേരില്. അത് രജിസ്ട്രേഷന് വേണ്ടി വിട്ടപ്പോൾ ആ രജിസ്ട്രേഷൻ കിട്ടിയില്ല. അങ്ങനെ അതിന്റെ പേര് വിഷൻ ഇൻ സാൽവേഷൻ എന്ന് മാറ്റി അങ്ങനെ ഒരു മാസിക എല്ലാ മാസവും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിനുള്ള ബന്ധത്തില് ചാത്തന്നൂരിലെ ജോർജ് ദാനിയേൽ എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ അവിടെ ഉണ്ടായിരുന്നു. ആ ദേവദാസന് ഞങ്ങൾ ഒന്നിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരുന്നത്. ദേവദാസനോട് ഞാൻ പറഞ്ഞു, ദേവദാസനെ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത്, ഇവിടെ ഒരു ബൈബിൾ കോളേജ് തുടങ്ങിയാൽ എന്താണ്? ഇത് വെച്ചാൽ നല്ല കാര്യമാണ്, നടത്താവുന്നത്. അപ്പൊ ഞങ്ങൾ കൂടുതലുള്ള മറ്റ് 4-5 പേരുണ്ട്, അവര് പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഈ ദേവദാസൻ എനിക്ക് എൻട്രി ചെയ്ത് ഞങ്ങൾ വേറെ 3-4 പേര് കൂടി ഈ ബൈബിൾ കോളേജ് 2000 അവിടെ ബന്ധം കൊണ്ടുവരികയും. അപ്പൊ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത് കാര്യങ്ങളെല്ലാം അയച്ചു. ഇവിടെ ഒരു അഫിലിയേഷന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള എല്ലാ ബൈബിൾ കോളേജിലും അയച്ചു. ആരും ഒരു റിപ്ലൈയും തന്നില്ല. എന്നാല് ഡൂളോസ് തിയോളജി കോളേജ് ആലുവ TP എബ്രഹാം, അതായത് മുൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പ്രസിഡന്റ് ആയിരുന്ന പുള്ളി ഞങ്ങൾക്ക് ലെറ്റർ തന്നു, അഫിലിയേഷൻ ഞാൻ തന്നോളാം, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വർഷവും അപ്പോൾ ആദ്യത്തെ വർഷം 84 പേര് ജോയിൻ ചെയ്തു. ഗ്രാജുവേറ്റ് ചെയ്തത് അന്ന് DTH ആയിട്ടാണ് തുടങ്ങിയത്. ഗ്രാജുവേറ്റ് ചെയ്തത് 35 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുന്നോട്ട് വന്നപ്പം ഈ DTHകാർക്ക് BTH കൊടുക്കാനായിട്ട് വീണ്ടും BTH കൊണ്ട് തുടങ്ങി. അപ്പോഴും നല്ല രീതിയിൽ റെസ്പോൺസ് ആയി. അങ്ങനെ 2016 വരെ ആ ബൈബിൾ കോളേജ് അനുരൂപമായി നിർവഹിക്കാൻ കഴിയും. കാരണം ദുബൈയുടെ പ്രദേശത്ത്, UAE പ്രദേശത്ത് ആദ്യത്തെ ഒരു ബൈബിൾ കോളേജ്. അത് അനുരൂപമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. ഞാൻ 2013 ആയപ്പോഴേക്കും ഞാൻ നാട്ടിൽ പോരാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് നാട്ടിൽ പോന്നു. അപ്പോൾ പിന്നെ ഗ്രാജുവേഷന് ഇടയ്ക്ക് എല്ലാ വർഷവും എന്നെ കൊണ്ടുപോകര്. അപ്പം TP എബ്രഹാം സാറും വരും. 2016 TP എബ്രഹാം സാറിന് വരാനൊക്കാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഓതറൈസേഷൻ തരുന്നു, ഈ ബൈബിൾ കോളേജിന്റെ പേരിൽ അച്ഛൻ പോയി ഗ്രാജുവേഷൻ സെറമണി നടത്താനായിട്ട് പറഞ്ഞു. ഞാന് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായിരുന്നു. ഞാൻ പോയി ആ സെറമണി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും ക്രമീകരണം ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം വേണ്ട ബലവും ബുദ്ധിയും ജ്ഞാനവും ഒക്കെയും തന്ന് നടത്തി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ കൊണ്ട് ഇടയായി. 2013 അവിടെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇങ്ങനെ ബൈബിൾ കോളേജ് ഞാൻ പോന്നു കഴിഞ്ഞപ്പോഴും വേറെ ആളുകളെ ഏൽപ്പിച്ചാണ് ഞാൻ പോരുന്നത്. 2016 ആണ് ഇത് നടന്നത്. 2016 കഴിഞ്ഞ് 2018 ആയപ്പോഴത്തേക്ക് കൊറോണയുടെ സമയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഒരു നിയമം വന്നു. ഈ അവിടെ ഹോളി ട്രിനിറ്റി ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചാണ്.
അവിടെയാണ് ഞങ്ങള് ബൈബിൾ കോളേജ് നടത്തുന്നത്. അപ്പം അവരുടെ അവിടെ ലെറ്റർ വന്നു, ഒരു ആരാധനയല്ലാത്ത ഒരു കാര്യങ്ങളും ഇവിടെ നടത്താൻ ഒക്കത്തില്ല എന്നുള്ളത് ഞാൻ വന്നപ്പോൾ ഇവര് ഞങ്ങളോട് ലെറ്റർ തന്നു. ഞങ്ങൾ അത് ഒഴിവാക്കി. പിന്നെ ഒരു വർഷം കൂടെ വീട്ടിലൊക്കെ ആയിട്ട് നടത്തി മുന്നോട്ട് പോയി. പിന്നെ അതങ്ങ് സ്റ്റോപ്പായി പോകാനൊക്കെ ഇടയായി തീർന്നു. എന്നാല് അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങിയ ഒരു 350 പേരോളം ഉണ്ട്. ആ 350 പേര് ഇന്ന് പലയിടങ്ങളിലായിട്ട് സുവിശേഷ വിലയുള്ളായിരിക്കുന്നു. നാട്ടിലുണ്ട്, UK-യിലുണ്ട്, US-ലുണ്ട്, കാനഡയിലുണ്ട്. അങ്ങനെ ഇല്ലാത്ത ഒരു സ്ഥലങ്ങളും ഇല്ല. എല്ലായിടത്തും ദേവദാസന്മാര് ശുശ്രൂഷിക്കുന്നത് കണ്ട് കർത്താവിൽ സന്തോഷിപ്പാൻ എനിക്കിടയായി തീർന്നു. ആ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് ആന്ധ്രയിൽ ഒരു പ്രവർത്തനം തുടങ്ങി. അപ്പൊ എനിക്ക് ആന്ധ്രയിൽ ഞാൻ 5 വർഷം ജോലി ചെയ്തുകൊണ്ട് എനിക്ക് തെലുങ്ക് അല്പമായിട്ട് അറിയാവുന്ന എനിക്ക് ആന്ധ്രയിൽ ഒരു പ്രവർത്തനം തുടങ്ങണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഞാൻ ആന്ധ്രാപ്രദേശിലേക്ക് പോകാൻ കൊണ്ട് ഈ TP സാറിന് അവിടെ ഒരു പ്രവർത്തനമുണ്ട്. പുള്ളി മദ്രാസിലുള്ള ഒരു ചാക്കോബാസ് എന്ന് പറഞ്ഞ ആൾക്കാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പുള്ളി എന്നെ കൊണ്ട് അവിടെ ഞങ്ങളെല്ലാം ഒന്നിച്ച് മദ്രാസിൽ പോയിട്ട് ആന്ധ്രയിൽ പോയി അവിടെ ചെന്ന് സൈറ്റ് കാണിച്ചു. അവിടുന്ന് ദേവാസിനെ പരിചയപ്പെടുത്തി. ദേവദാസൻ ത്രൂ ഞങ്ങൾ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ കാര്യങ്ങൾ ക്രമീകരിച്ചു. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദേവദാസൻ പറഞ്ഞു, അവിടെ കുറച്ച് സ്ഥലം കിട്ടാനുണ്ട്, നമുക്കത് വാങ്ങിക്കാം. അതെന്ന് പറഞ്ഞാൽ ഹൈവേയുടെ മെയിൻ റോഡിന്റെ മെയിൻ. ഒരു മിനിറ്റ്, എന്തോ സമയം തീരാറായേ. ഓക്കെ. ഇനിയും എത്ര മിനിറ്റ് ഉണ്ട്? ഇനി 10 മിനിറ്റ് കൂടെ. ഓക്കെ, സോറി, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബൈബിൾ കോളേജൊക്കെ അവിടെ ചർച്ച് 4 ചർച്ച നടത്താൻ വേണ്ടിയായി. എന്നാൽ അവിടെ കടന്നു ചെന്ന് ഇങ്ങനൊരു സ്ഥലം ലഭിക്കാൻ വേണ്ടിയായി. 60 സെന്റ് സ്ഥലം എന്ന് വാങ്ങിച്ചു. എന്നാൽ ഇത് പട്ടയമില്ലാത്ത ഒരു ലാൻഡായിരുന്നു. അതെന്നെ കളിപ്പിച്ചതാണ്. അപ്പൊ ഈ ദേവദാസനെ കാണിച്ചു തന്നതിന്റെ പേരില് മദ്രാസിലുള്ള വാസും വേറൊരു ലീഡറും ഈ പുള്ളിയോട് പറഞ്ഞു, നീ അല്ലയോ കാണിച്ചു തന്നെ, എന്റെ കാശ് മുഴുവൻ നീ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അവനെ ബുദ്ധിമുട്ടിച്ചു. അവനെ വിളിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, ഇത് നമ്മളെ ചീറ്റ് ചെയ്തതാണെങ്കിൽ തന്നെയും അത് എന്നെയോ നിന്നെയോ അല്ല ചീറ്റ് ചെയ്തേക്കുന്നത്. ഇത് എന്റെ കാശല്ല, എന്റെ അപ്പൻ എനിക്ക് തന്ന കാശാണ്. അതുകൊണ്ട് അത് അപ്പനെ നഷ്ടം വരത്തുള്ളൂ. അതുകൊണ്ട് ഒന്നുകൊണ്ടും നീ ഭാരപ്പെടണ്ട, ഒരു ചിന്തയും വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അവൻ പ്രയത്നിച്ച് പട്ടയം ലഭിക്കാൻ കൊണ്ടും ഇടയായി. അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ അവിടെ ഹോൾ വെച്ചു. ഹോളിന്റെ വാർപ്പും എല്ലാം കഴിഞ്ഞു. തേപ്പൊന്നും ആയിട്ടില്ല. പക്ഷേ അവിടെ കറണ്ടിന് ഇച്ചിരി പ്രോബ്ലമുണ്ട്. അതായത് അവിടെ ഒരു ഫാക്ടറി വരുന്നുണ്ട്. ആ കറണ്ട് കിട്ടുമ്പോഴവിടെ തുടങ്ങണമെന്നുള്ള ചിന്തയിലാണ്. എന്നാൽ അവിടെയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നെങ്കിൽ തന്നെയും മുഴുവൻ ആദിവാസികളാണ്. വില്ലേജ് ഏരിയയിലുള്ള പ്രവർത്തനം അല്ല, ഒന്നുമില്ല. ഓരോ വില്ലേജുകളിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാം റോഡിലിരുന്നാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ 10, 25, 30, 40 പേരൊക്കെ വരും. എന്നാൽ അവിടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് നടത്തി. അനവധി അത്ഭുതങ്ങൾ കാണുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. രോഗികളെ സൗഖ്യമാക്കി. പല ഭൂതങ്ങളും പുറത്താകുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെയുള്ള ദേവദാസനും ഒരു ഭൂതശാന്തി ശുശ്രൂഷയുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതിൽ അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇതിനിടയ്ക്ക് അവിടെ ഒരു മാരേജ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നെ കൊണ്ട് മാരേജ് നടത്തണമെന്നുള്ളൊരു ചിന്ത വന്നു. ഞാൻ മാരേജ് നടത്തില്ല, മാരേജിന്റെ മെസ്സേജ് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തെലുങ്ക് അറിയാവുന്നുണ്ട്. ആ തെലുങ്കില് ആ മെസ്സേജ് കൊടുക്കാനും കർത്താവ് എനിക്ക് സഹായിച്ചു. ഒരു 8-10 പേരെ സ്നാനപ്പെടുത്തുവാനും കർത്താവ് സഹായിച്ചു. അവിടുത്തെ പിന്നെ പ്രവർത്തനത്തിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 4 പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. ആ എല്ലായിടത്തും ഒരേ ദിവസം തന്നെ പോയി വരാന്നുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പോകുന്നത് പറഞ്ഞാൽ ബസ്സിലും ബൈക്കിന്റെ പുറകിലും ഓട്ടോറിക്ഷയിൽ ഇരുന്നാണ് പോയി ആരാധനയ്ക്കും എല്ലാ വില്ലേജുകളിലും പോകുന്നത്. ആരാധനയ്ക്കും അല്ലാതെയും ഏത് കാര്യത്തിനും പോകുന്നത് ഇങ്ങനെ. വാഹനത്തിന്റെ കൃതിയൊന്നും ഇതുവരെ ഉണ്ടായില്ല. സ്വർഗത്തിലെ ദൈവം അതും ഞങ്ങളുടെ കരങ്ങളിൽ തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് ഇന്നുവരെയും നടത്തി ഇനി നടത്തുവാനും വിശ്വസ്തനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് ശരീരത്തിൻ്റെതാകുന്ന അല്പമായ ബലഹീനതയൊക്കെ ഉണ്ട്. കാലിന് വേദന, മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും വകവെക്കാതാണ് ഞാൻ ട്രെയിൻ കയറി ആന്ധ്രയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവുകയും അവിടെയുള്ള പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയും
എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. അനവധിയാകുന്ന അത്ഭുതങ്ങൾ കർത്താവ് നടത്തി. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. എൻ്റെ മോന് ഒരു കുഞ്ഞുണ്ടായി. കല്യാണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞാണ് അവനൊരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞുണ്ടായി ജനിച്ചപ്പോഴേ ആ കുഞ്ഞിന് ബർത്തിലെ പ്രോബ്ലമായി, വോമിറ്റിങ്ങിന്റെ പ്രശ്നമായി, ഒരു കാര്യവും ഉള്ളിലോട്ട് ചെല്ലാനൊക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്ത് കഴിച്ചാലും പാൽ കുടിച്ചാലും എല്ലാം വോമിറ്റിംഗ് ആയി. സീരിയസ് ആയ സ്റ്റേജിൽ അവളെ കുഞ്ഞിനെ ഐസിയുലാക്കി. കർത്താവ് എന്നോട് വാഗ്ദത്തം ചെയ്തതാണ്, നിന്റെ മോനെ ഞാനൊരു പൈതലെ തരുമെന്ന്. അപ്പൊ ആ ഒരു ഉറപ്പ് എന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഉറപ്പിൽ പിടിച്ചു നിന്നു. ഭയങ്കരമായ പ്രാർത്ഥനകൾ ഇവരെല്ലാം നടത്തുമ്പോഴും ഞാൻ അത്ര വലിയ പ്രാർത്ഥനയ്ക്കൊന്നും കർത്താവെ നീ പറഞ്ഞതാണല്ലോ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രാർത്ഥന നടത്തും. കുഞ്ഞിനെ സൗഖ്യമാക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന അല്ല ഞാൻ ചെയ്തു. ഐസിയിൽ കിടക്കുമ്പോഴും പിള്ളേര് മമ്മിയോട് വിളിച്ചു ചോദിച്ചു, ഡാഡി എന്തോ പറയുന്നു? ഡാഡി പറയുന്നു വാഗ്ദത്തം ഉണ്ട്, ആരും ഭാരപ്പെടണ്ട എന്നാ പറഞ്ഞിരുന്നത്. അങ്ങനെ അത്രത്തോളം ഉറപ്പും ധൈര്യവും നിന്ന് ഒരു മാസത്തോളം കുഞ്ഞ് ഐസിയുവിൽ തന്നെയായിരുന്നു. അമ്മയുടെ കിട്ടാതെ അമ്മയെ മാത്രം വിട്ടു. എന്നാൽ പൂർണ്ണ സൗഖ്യമായി. ഇപ്പോൾ 5 വയസ്സുണ്ട്. അവള് സ്കൂളിൽ പോകുന്നു. എല്ലാം അനുഗ്രഹമായ രീതിയിൽ കർത്താവ് നടത്തുന്നു. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ വലുതാണ്. അതിനിടയ്ക്ക് എൻ്റെ മോടെ ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. മോള് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവൾക്ക് അഡ്മിഷന്റെ വിഷയം, നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അഡ്മിഷൻ കിട്ടാതെ ഇവിടെ പലയിടത്തും നോക്കി കിട്ടിയില്ല. അപ്പൊ ഒരു പാസ്റ്റർ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, 5 പൈസ ഡൊണേഷൻ കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ ചേർക്കത്തില്ല. അങ്ങനെ അവൾ എഞ്ചിനീയറോ ആകണ്ട, ഡോക്ടറോ ആകണ്ട, ഒന്നും ആകണ്ട, ദൈവം എന്തോ ആക്കുന്നു എന്ന് അയച്ചാൽ മതിയെന്ന് ഞാൻ പറയാൻ തൊണ്ടിട അയച്ചു. കോഴിക്കോട്ടെ കണ്ടൊരു ഇടത്ത് അന്ന് സഭയിൽ ഇരുന്ന പാസ്റ്ററും പറഞ്ഞ് എൻ്റെ വയസ്സിലെയും കൂട്ടി പോയി 10,000 രൂപ ഒന്നും കൊടുത്ത് ഞാൻ അറിയാതെ. അവസാനം അത് ഒന്നും നടന്നില്ല. എന്നിട്ട് മദ്രാസില് ഒരു കോളേജില് 5 പൈസ പോലും കൊടുക്കാതെ എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ ലഭിക്കാൻ കൊണ്ടുവേണ്ടി അയച്ചു. എൻ്റെ ദൈവം അത്രത്തോളം അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ അത്ഭുതത്തിൽ കൂടി കർത്താവിനെ നടത്തുന്നു. ഇങ്ങനെ അരോമ ടിവിയില് എൻ്റെ ഈ സാക്ഷ്യം പറയുവാൻ കൊണ്ട് കർത്താവ് തന്ന എല്ലാ കൃപകൾക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ടി വി ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കൊണ്ട് ഞാൻ ദിവസവും പ്രാർത്ഥിക്കാം. എല്ലാ നിലകളിലും അനേക ജീവിതങ്ങൾക്ക് ഇതൊരു അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ പ്രാർത്ഥനയിൽ ഓർക്കാം. എല്ലാം ഓർത്തുകൊണ്ട് ദൈവസന്നിധിയില് ദൈവദാസനോടും എല്ലാവരോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവ്. സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ ദാസനുള്ളതായി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം കർത്താവിന്റെ ദാസന് ഒരു വാക്കില് പ്രാർത്ഥിച്ച് സഹായിക്കുമല്ലോ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവീത പ്രകാരം ആരംഭിച്ചതൊന്നും നഷ്ടമായി പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവപ്രകാരം നിങ്ങളുടെ ദാസൻ ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് തീർത്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് നിന്നു പോയിട്ടില്ല. അതിൻ്റെയൊക്കെയും എപ്പോഴും ഒരു പൂർത്തീകരണത്തിലേക്ക് കർത്താവ് നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ അപ്പച്ചന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ഹല്ലേലൂയ, അതിൽ ഉറപ്പും ധൈര്യമുള്ളവരായി ഓരോ ദിവസവും ഈ പ്രേക്ഷകർക്കും ഇത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദാസനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ജീവിതാനുഭവവും സാക്ഷ്യവും പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമയും കൂടുവാൻ ഇടയായിത്തീരുമല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം.
അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടിക്കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com